നമസ്തേ, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുത്തൻപുരയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കേരളമാകെ പെരുമഴക്കാലം. 3 മാസത്തിനിടെ 71% അധിക മഴ. ഇന്നും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. പെയ്തു തുടർന്നാൽ പ്രളയ സാധ്യത. ജാഗ്രതാ നിർദ്ദേശം. തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ മാറ്റുന്നത് തുടരും. പൊളിച്ചു നീക്കാൻ അനുമതി നൽകി കസ്റ്റംസ്. കൊല്ലത്ത് മാത്രം 41 കണ്ടെയ്നറുകൾ. വിദേശ വിദ്യാർത്ഥികൾക്ക് അമേരിക്കയുടെ കടുത്ത പ്രഹരം. വിസ ഇന്റർവ്യൂകൾ നിർത്തിവെക്കണമെന്ന് ട്രംപ്. നിലവിൽ ഇന്റർവ്യൂ അപ്പോയിന്റ്മെന്റുകൾ ലഭിച്ചവരെ ബാധിക്കില്ല. അർബൻ മാവോയിസ്റ്റ് ഭീകരബന്ധങ്ങളിൽ പിടിമുറുക്കി NIA. സിദ്ദിഖ് കാപ്പന്റെ സുഹൃത്ത് റാസിഖ് റഹീം അടക്കം നിരീക്ഷണത്തിൽ. സിമി കേസ് പ്രതിക്ക് PFI നേതാക്കളുമായി അടുത്ത ബന്ധം. കരുവന്നൂരിലെ ഇടതുകൊള്ള തുറന്നു കാട്ടാൻ BJP. രാഷ്ട്രീയ വിശദീകരണ യോഗം വൈകിട്ട്. മുഖം രക്ഷിക്കാൻ പ്രതിഷേധ മാർച്ചുമായി CPM. സമസ്തയിൽ വീണ്ടും പൊട്ടിത്തെറി. അഭിപ്രായ ഭിന്നത രൂക്ഷം. ലീഗ് അനുകൂല നേതാവിനെ മാറ്റിയതിൽ പ്രത്യക്ഷ പ്രതിഷേധം. വിഷു ബമ്പർ നറുക്കെടുപ്പ് ഉച്ചയ്ക്ക് 2 മണിക്ക്. ഒന്നാം സമ്മാനം 12 കോടി രൂപ. തിങ്കളാഴ്ച വരെ വിറ്റുപോയത് 42 ലക്ഷത്തിലേറെ ടിക്കറ്റുകൾ. IPL-ൽ ആദ്യ ക്വാളിഫയർ നാളെ. പഞ്ചാബ് ബംഗളൂരുവിനെ നേരിടും. അവസാന ലീഗ് പോരാട്ടത്തിൽ ലക്നൌവിനെ തോൽപ്പിച്ച RCB. തകർത്തടിച്ച ജിതേഷ് ശർമ്മ. അർബൻ മാവോയിസ്റ്റ് നിരോധിത ഭീകര ഗ്രൂപ്പ് ബന്ധങ്ങളിൽ കൂടുതൽ പേരെ നിരീക്ഷിച്ച NIA. ഭീകരവാദ കേസുകളിൽ ജയിൽവാസം അനുഭവിച്ചവരെ മഹത്വവൽക്കരിച്ചുള്ള പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിൽ UAPA കേസുകളിൽ പ്രതികളായിരുന്നവരുമുണ്ടെന്ന് കണ്ടെത്തൽ. ഇതിനിടെ പാലക്കാട് A. ശ്രീനിവാസൻ വധക്കേസിലെ മുഖ്യകണ്ണി ഷംനാദിനെ വിശദമായി ചോദ്യം ചെയ്യാൻ വീണ്ടും NIA കസ്റ്റഡിയിൽ വാങ്ങി. നിഷ ചേരുന്ന വിവരങ്ങളുമായി. നിഷ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വീണ, ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും ഒപ്പം തന്നെ NIA-യുടെ കേസുകളിൽ ഉൾപ്പെട്ട ആളുകളെയും ഒക്കെ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ NIA നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നത്. രാജ്യവിരുദ്ധ പ്രചാരണങ്ങളിൽ അർബൻ മാവോയിസ്റ്റ് റജാസ് M. സിദ്ദിഖ് അറസ്റ്റിലായതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഭീകരവാദ സംഘടനകളുമായി ബന്ധമുള്ളവരെയും PFI-യുമായൊക്കെ ബന്ധമുള്ള ആളുകളെയും NIA കൂടുതൽ നിരീക്ഷണത്തിലാക്കി എന്നതിനുള്ള തെളിവുകൾ പുറത്തു വന്നത്. കാരണം ഈ കേസുകളിൽ പ്രതിയായിരിക്കുന്ന ആളുകൾ തന്നെ തങ്ങളുടെ വീടുകളിൽ NIA റെയ്ഡിനെത്തി എന്നതടക്കമുള്ള പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകളെയും അർബൻ മാവോയിസ്റ്റ് ബന്ധമുള്ളവരെയും ഒക്കെ തന്നെ NIA നിരീക്ഷണത്തിൽ ആക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ UAPA കേസിൽ ജയിലിലായിരുന്ന സിദ്ദിഖ് കാപ്പന്റെ സുഹൃത്ത് റാസിഖ് റഹീം അടക്കമുള്ളവർ നിരീക്ഷണത്തിലാണ്. UAPA തടവുകാരെ ന്യായീകരിച്ചുകൊണ്ട് തടവറക്കാലം എന്ന പുസ്തകവും റാസിഖ് പ്രസിദ്ധീകരിച്ചിരുന്നു. പാനായിക്കുളം സിമി കേസിൽ പ്രതിയായിരുന്ന റാസിഖ് റഹീമിന് PFI-യുടെ അടുത്ത നേതാക്കളുമായി ബന്ധമുള്ളതായും സ്ഥിരീകരണമുണ്ട്. എന്തായാലും റാസിഖ് റഹീം തന്നെ താൻ NIA നിരീക്ഷണത്തിലാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിരുന്നു. ഇത്തരത്തിൽ NIA കേസുകളിൽ നേരത്തെ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അർബൻ മാവോയിസ്റ്റ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ, UAPA കേസുകൾ ഇതിനു മുമ്പ് ചുമത്തിയിട്ടുള്ള ആളുകൾ, ജയിലിലായിരുന്ന ആളുകൾ, ഇവർക്കെതിരെ എല്ലാമുള്ള NIA നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെയാണ് പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലെ ഷംനാദ്, മഞ്ചേരി സ്വദേശി ഷംനാദിനെ വീണ്ടും NIA കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ 7 ദിവസം ഷംനാദിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു. വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നടപടികളും തുടരുകയാണ്. വീണ. ഓക്കെ, ശരി നിഷ.
സംസ്ഥാനത്ത് 3 മാസത്തിനിടെ പെയ്തിറങ്ങിയത് 71% അധിക മഴ. ജൂൺ മാസത്തിൽ പ്രതീക്ഷിക്കുന്നത് 100% അധിക മഴയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ അറിയിച്ചു. കാലവർഷം ഇതേ രീതിയിൽ തുടർന്നാൽ കേരളം പ്രളയസമാന സാഹചര്യത്തിലേക്ക് എത്താൻ സാധ്യതയെന്നും മുന്നറിയിപ്പ്. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, വലിയ ആശങ്കയുള്ള ഒരു റിപ്പോർട്ടാണിത്. കാരണം 71% അധിക മഴ ലഭിച്ച് ഇപ്പോൾ തന്നെ നിൽക്കുന്നിടത്ത് ഡാമുകളെല്ലാം തുറന്നുവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ ജൂൺ മാസത്തിൽ 100% അധിക മഴ എന്നത് അതെങ്ങനെ കേരളം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. അപ്പോൾ കാലവർഷം ഇതേ രീതിയിൽ തുടരാനുള്ള സാധ്യതയെക്കുറിച്ച് അവരെന്താണ് പറയുന്നത്? വീണ, ഈ 3 മാസക്കാലം മാർച്ച് മാസം മുതലുള്ള 3 മാസക്കാലം സംസ്ഥാനത്ത് ലഭിച്ചത് അധിക മഴയാണ്. 299.7 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് 512.4 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. അത് 71% അധിക വർധനമാണ് ഈ കാലയളവിൽ 3 മാസ കാലയളവിൽ ഉണ്ടാകുന്നത്. അതിനുശേഷം കാലവർഷം നേരത്തെ തന്നെ എത്തി. 8 ദിവസം മുമ്പ്, സാധാരണ നിന്നും 8 ദിവസം മുമ്പ് നേരത്തെ തന്നെ കാലവർഷം സംസ്ഥാനത്തെത്തി. ആ കാലവർഷം എത്തിയതിനു ശേഷമുള്ള 5 ദിവസത്തെ കണക്ക് കൂടി പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലും കനത്ത മഴ ലഭിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അതും ഇനി കാലവർഷത്തിന് ശേഷമുള്ള ഒരു കണക്ക് കൂട്ടൽ എന്ന് പറഞ്ഞൊരു ഫോർകാസ്റ്റ് കണക്ക് കൂട്ടലാണ് 106 മില്ലിമീറ്റർ മഴ ഇനിയും ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഒരു കണക്കുകൾ പറയുന്നത്. ആ ഒരു കണക്കുകൾ കൂടി അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ കൂടി പറയുന്നത് ഈ സമാനമായ രീതിയിൽ മഴ തുടരുകയാണെങ്കിൽ, അതായത് ഈ നിലവിൽ എങ്ങനെയാണോ മഴ തുടർന്നുകൊണ്ടിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ മഴ തുടർന്നു കഴിഞ്ഞാൽ ഒരു പ്രളയസമാനമായ ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. തള്ളിക്കളയാൻ കഴിയില്ല. അതിനൊരു ജാഗ്രത വേണമെന്നൊരു മുന്നറിയിപ്പാണ് പറയുന്നത്. മാത്രമല്ല, അങ്ങനെ പറയുമ്പോൾ പോലും ഈ തുടർന്നുകൊണ്ടിരിക്കുന്ന മഴയ്ക്ക് ഒരു ശമനം കിട്ടാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. അതായത് ഈ നിലവിൽ ഈ കാലവർഷത്തിൻ്റെ ഈ കാലവർഷം ഒരു സ്ഥിതി കണക്കിലാക്കി എടുത്തുകൊണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇടയ്ക്ക് കാലവർഷം നിൽക്കുകയും അതിനുശേഷം പിന്നീട് വീണ്ടും പെയ്യാൻ ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നേരെ മറിച്ച് നമ്മൾ പറഞ്ഞ കണക്കാണെങ്കിൽ അതേ സ്ഥിതി, നിലവിൽ എങ്ങനെയാണോ മഴ ശക്തമായി തുടരുന്നത് അതേ സ്ഥിതിയിൽ തുടരുകയാണെങ്കിൽ അത് ഒരു പ്രത്യാഘാതത്തിന് സാധ്യതയുണ്ട്. അതിനൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മുൻകരുതൽ വേണമെന്നും പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഇന്നും നാളെയും എല്ലാം മഴ കനക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും പറയുന്നത്. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും റെഡ് അലർട്ടുകൾ അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ കൂടുതൽ ശക്തമാവുകയും ചെയ്യുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ തലസ്ഥാനത്ത് ഇന്ന് ഒരു പകൽ മഴ ശാന്തമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ഉച്ച കഴിഞ്ഞ് വീണ്ടും മഴ പെയ്യാനുള്ള സാധ്യതകൾ അടക്കമുള്ള അലർട്ട് ലഭിക്കുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിലും പറയുന്നത്. ജാഗ്രത വേണമെന്ന് പറയുന്നു. മലയോര മേഖലകളിലുള്ളവരായാലും ശരി, അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിലുള്ളവരായാലും ശരി ജാഗ്രത പാലിക്കണമെന്നുണ്ട്. മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്ക് ഉരുൾപൊട്ടൽ അടക്കമുള്ളവ മുന്നറിയിപ്പ്, ആ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. ജില്ലാ ഭരണകൂടം നൽകുന്ന എല്ലാ നിർദ്ദേശവും പാലിക്കണമെന്ന അടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ സാധ്യതകളുമുണ്ട്. തീരത്തേക്ക് കടൽ ഇരച്ചു കയറുവാനുള്ളൊരു സാധ്യത, അതായത് ഉയർന്ന തിരമാലകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത പാലിക്കണമെന്ന ഒരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് മഴ ശക്തമാകും എന്ന് തന്നെയാണ് ഈ മുന്നറിയിപ്പുകളിലൂടെ പറയുന്നത്. കാലവർഷം കൂടുതൽ ശക്തമായാൽ അധിക മഴ ലഭിക്കുകയാണെങ്കിൽ നിലവിലൊരു സാഹചര്യം വെച്ചിട്ട് പ്രളയസമാനമായ, നമ്മൾ നേരത്തെ എങ്ങനെയാണോ 2018-ലും 2019-ലും ഒക്കെ ഉണ്ടായത് അതിന് അത്രയും ഒരു ഭീകരമായിട്ടല്ലെങ്കിൽ പോലും ഒരു പ്രളയസമാന സാഹചര്യം സംസ്ഥാനം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. ശരി. അതേസമയം പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ മഴ ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ, കാലവർഷം ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ ഈ 100% അധിക മഴ എന്ന രീതിയിലേക്ക് പോകുമെന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ കാലാവസ്ഥ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടുണ്ട്. അപ്പോൾ കാലവർഷം ഈ രീതിയിൽ തന്നെ തുടരുകയാണ്. കോഴിക്കോട്, വയനാട്, ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു. പുഴയോരങ്ങളിൽ കഴിയുന്നവർ ജാഗ്രത പാലിക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് ഗോകുലും വയനാട് നിന്ന് അർജുനും വിവരങ്ങളുമായി ചേരുന്നു. ഗോകുലിലേക്ക്. ഗോകുൽ, റെഡ് അലർട്ട് നിലനിൽക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ തോതിൽ മഴ പെയ്തിരുന്നു, വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച്. ഇന്നിപ്പോൾ അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും ഡാമുകൾ തുറന്നുവിടാനുള്ള സാധ്യത, പുഴയോരങ്ങളിൽ താമസിക്കുന്നവരുള്ള ജാഗ്രതാ നിർദ്ദേശം, മലയോര മേഖലകളിലുള്ളവർക്കും തീരപ്രദേശങ്ങളിലുള്ളവർക്കും എന്തിന് നഗരപ്രദേശങ്ങളിലുള്ളവർക്ക് പോലും ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. വിവിധ തരത്തിലുള്ള മഴക്കെടുതികൾ ഉണ്ടാകും എന്നതുകൊണ്ട് എന്താണ് പൊതുവെയുള്ള കാലാവസ്ഥ രാവിലെ?
വീണ കഴിഞ്ഞ 4 ദിവസങ്ങളിലും കോഴിക്കോട് ജില്ലയിൽ റെഡ് അലർട്ട് ആയിരുന്നു. എങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെയുള്ള ശക്തമായ മഴയോ കാറ്റോ ഒന്നും കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. റെഡ് അലർട്ടാണ് ജില്ലയിൽ. മദ്രസ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, അംഗനവാടി ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ ഭരണകൂടം അവധി നൽകിയിട്ടുണ്ട്. എങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെയുള്ള ശക്തമായ കാറ്റോ മഴയോ നാശനഷ്ടങ്ങളോ ഒന്നും കഴിഞ്ഞ ദിവസം രാത്രിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എങ്കിലും ഇരവഴിഞ്ഞിപ്പുഴ, കോരപ്പുഴ തുടങ്ങിയ പുഴകളിലൊക്കെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതിന് തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകളോട് ജാഗ്രത പാലിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിൽ ഇതുവരെ കഴിഞ്ഞ 4 ദിവസങ്ങളിലായിട്ട് 4 ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. കോഴിക്കോട് താലൂക്കിൽ 2, കൊയിലാണ്ടിയിൽ 1, വടകരയിൽ 1 ഇങ്ങനെ 4 ക്യാമ്പുകളിലായി 44 കുടുംബങ്ങളാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. അതിൽ 151 പേർ കഴിയുന്നുമുണ്ട്. വിലങ്ങാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകമായി സജ്ജീകരിച്ച ക്യാമ്പുകളും പ്രവർത്തിക്കുന്നുണ്ട്. വിലങ്ങാട് പാരിഷ് ഹാളിലും സെന്റ് ജോർജ് ഹൈസ്കൂളിലുമാണ് ക്യാമ്പുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. എങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിന് സമാനമായ രീതിയിൽ ശക്തമായ കാറ്റോ മഴയോ പെയ്യുന്നില്ല എന്നുള്ളതാണ്. നഗരത്തിലായാലും കഴിഞ്ഞ ദിവസം രാത്രി ശാന്തമായിരുന്നു, വലിയ മഴകളൊന്നും പെയ്തില്ല. ഇന്ന് രാവിലെയാണ്, അല്പസമയം മുമ്പാണ് ചെറിയൊരു മഴ പെയ്തിട്ടുള്ളത്. എങ്കിലും മലയോര മേഖലകളിൽ ഇടവിട്ടിടവിട്ട് മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ഈ മലബാർ മേഖലയിലേക്ക് വരികയാണെങ്കിൽ കോഴിക്കോടും വയനാടും റെഡ് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. ഇരു ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. മറ്റു ജില്ലകളിലെ എല്ലാ സ്ഥലത്തും യെല്ലോ അലർട്ടാണ് നിലനിൽക്കുന്നതും. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, വിലങ്ങാട് ഇന്ന് അവിടുത്തെ കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലങ്ങളിലെ ആളുകൾ ഇന്ന് വില്ലേജ് ഓഫീസ് ഉപരോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചിരുന്നു. അവർക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായതിന് നാശനഷ്ടങ്ങൾക്ക് അവർക്ക് പണം അനുവദിച്ചില്ല, അവർക്ക് വാടക കുടിശ്ശിക അനുവദിക്കുന്നില്ല, ദുരിതബാധിതരുടെ ലിസ്റ്റിൽ അവർ ഉൾപ്പെടുത്തുന്നില്ല തുടങ്ങിയ കാരണങ്ങളൊക്കെ കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അവർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം എത്തി ചർച്ച നടത്തുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അവർ ആ ഉപരോധം പിൻവലിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്നലെ കളക്ടർ എത്തിയിരുന്നില്ല. അതിനാൽ തന്നെ ഇന്ന് വീണ്ടും രാവിലെ 10 മണിയോടുകൂടി വില്ലേജ് ഓഫീസ് ഉപരോധിക്കും എന്നൊരു അറിവ് അവിടെ നിന്ന് ലഭിക്കുന്നു. ഏകദേശം 160ഓളം ദുരിതബാധിതരുണ്ട് എന്നാണ് വിലങ്ങാട് നിവാസികൾ പറയുന്നത്. എന്നാൽ സർക്കാരിന്റെ കണക്ക് പ്രകാരം കേവലം 30 പേരെ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകളെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം കൂടി ശക്തമായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ മലയോര മേഖലകളിൽ കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടൽ ഉണ്ടായ സാഹചര്യത്തിൽ 100-ലധികം പ്രഭവ കേന്ദ്രങ്ങൾ ഉരുൾപൊട്ടൽ അവിടെ ഉണ്ട് എന്നൊരു കണ്ടെത്തലുകൾ ഡ്രോണുകളൊക്കെ ഉപയോഗിച്ച് നടത്തിയ നിരീക്ഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അതിനാൽ തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശം അവിടെയുള്ള ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ മുൻകരുതലുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന നിർദ്ദേശമൊക്കെ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. എന്നാൽ അധികമൊന്നും ആളുകൾ മാറി താമസിക്കാൻ തയ്യാറായിട്ടില്ല. അതിന് ഈ കാരണങ്ങളൊക്കെ ഉണ്ട്. ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലയിൽ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ഈ മഴയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. എങ്കിലും കഴിഞ്ഞ 3 ദിവസം പെയ്തതിന് പോലെയുള്ള ശക്തമായൊരു മഴയോ കാറ്റോ ഒന്നും ഈ കഴിഞ്ഞ ദിവസം രാത്രിയോ ഇന്ന് രാവിലെയോ ഒക്കെ ആയിട്ട് ഉണ്ടാവുന്നില്ല. ഇടവിട്ട് ചെറിയ ചില മഴ പെയ്യുന്നു എന്നുള്ളതാണ് കോഴിക്കോടിന്റെ പ്രത്യേകത. മലബാറിലെ മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. വയനാട്ടിലും കോഴിക്കോടിന് സമാനമായ രീതിയിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്നു. വീണ, ഓക്കെ, നമുക്ക് വയനാട്ടിലെ കാര്യങ്ങൾ നോക്കാം. അർജുൻ ചേരുന്നുണ്ട്. അർജുൻ, വയനാട്ടിൽ എങ്ങനെയാണ് ഇന്നത്തെ കാലാവസ്ഥ? ഈ അലേർട്ട് സംവിധാനം അടുത്ത ഏത് സമയത്താണ് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്ത് വരിക? രാവിലത്തെ കാലാവസ്ഥ കണക്കാക്കിയും ഒക്കെ ആയിരിക്കുമല്ലോ അത്തരം തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ എന്നിരുന്നാലും മുൻകരുതലുകൾ ഏറെ നടപ്പിലാക്കേണ്ട, സൂക്ഷിക്കേണ്ട ഒരു ഇടമാണ് വയനാട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോൾ വയനാട്ടിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതിനാൽ തന്നെയും ക്യാമ്പുകൾ ജില്ലയിൽ തുടങ്ങിയിട്ടുണ്ട്. വിവിധ ഇടങ്ങളിലായി 18 ക്യാമ്പുകളാണ് ഉള്ളത്. അതിൽ 693 പേരെ മാറ്റിപ്പാർപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാ കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കാണ്. ഇന്ന് രാവിലെ കുറച്ച് ക്യാമ്പുകൾ കൂടി, 1-2 ക്യാമ്പുകൾ കൂടി തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്നാൽ തന്നെയും ചിലയിടങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. പനമ്പരം പോലുള്ള ഭാഗങ്ങളിൽ, മാനന്തവാടി തൊട്ടപ്പുറത്തുള്ള ചില ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല വിവിധ ഇടങ്ങളിൽ ഈ കറണ്ട് ഇല്ലാത്തതൊക്കെ വലിയ രീതിയിലുള്ള ദുഷ്കരമായിട്ടുണ്ട്. കൽപ്പറ്റ ടൗണിൽ ആകെ കറണ്ട് ഇല്ലാത്തതും അതുപോലെ തന്നെ കുടിവെള്ളം എത്താത്തതും വലിയ പ്രതിസന്ധി ആയിട്ടുണ്ട്. 2 ദിവസമായി ഇവിടെ വെള്ളമില്ല എന്നുള്ള ഒരു പരാതി പല ഇടങ്ങളിൽ നിന്നും കേൾക്കുന്നു. അത്തരത്തിലുള്ള പരാതികളൊക്കെ ഇപ്പോൾ കേൾക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ദുരിതങ്ങളാണ് ഇപ്പോൾ വയനാട്ടിൽ നിലവിലുള്ളത്. കാലവർഷവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ നാശനഷ്ടം സംഭവിച്ചത് കൃഷിക്കാണ്. കൃഷിക്കിൽ 242.74 ഹെക്ടറിലെ കൃഷിയാണ് വയനാട്ടിൽ നശിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 10 കോടിയിലധികം രൂപയുടെ നഷ്ടം
ഇത്തരത്തിൽ കൃഷിനഷ്ടം മൂലം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു നഷ്ടമാണ് കർഷകർക്കടക്കം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു കർഷകന്റെ 15,000-ഓളം വാഴകളാണ് ഒരേ സമയം തന്നെ ഒരു വാഴ പോലും അവശേഷിക്കാതെ നഷ്ടപ്പെട്ടത്. അത്തരത്തിൽ കാറ്റ് വന്ന് അടിഞ്ഞു പോയ 15,000-ഓളം വാഴകളുണ്ട്. അത്തരത്തിൽ വിവിധയിടങ്ങളിൽ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ തന്നെയും ഇന്ന് മഴ മാറി നിൽക്കുന്നത് വലിയ ആശ്വാസമാണ് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പുത്തുമലയിലടക്കം ചൂരമലയിലടക്കം കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഒരു മഴ പെയ്തിരുന്നു. 2 ദിവസം മുമ്പ് ഈ പ്രദേശത്തൊക്കെ പുഴവെള്ളം കുത്തിയൊലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനാൽ തന്നെയും ഇന്ന് മഴ മാറി നിൽക്കുന്നത് ഈ പ്രദേശത്തൊക്കെ ഒരു ആശ്വാസമേകും. അങ്കണവാടി, അതുപോലെ തന്നെ പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കെല്ലാം ഇന്നും അവധി നൽകിയിട്ടുണ്ട്. മദ്രസ അടക്കമുള്ള സ്ഥാപനങ്ങൾക്കെല്ലാം ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. ടൂറിസം കേന്ദ്രങ്ങളെല്ലാം ഇന്നും അടച്ചിടണമെന്നുള്ള ഒരു നിർദ്ദേശം കളക്ടർ നൽകിയിട്ടുണ്ട്. മറ്റൊരു നിർദ്ദേശം വരുന്നത് വരെ ഈ ടൂറിസം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. മാത്രമല്ല ഈ ഒരു വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിവിധയിടങ്ങൾ 5-6 സ്ഥലങ്ങൾ ഇപ്പോഴും സെൻസിറ്റീവ് ഏരിയയായി നിൽക്കുകയാണ്. ഈ സെൻസിറ്റീവ് ഏരിയയിൽ നിൽക്കുന്ന ആളുകളോടൊക്കെ വലിയ രീതിയിലുള്ള ഒരു ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരോടൊക്കെ സ്വയം മാറിപ്പോകുവാനോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം പറയുന്നതിനനുസരിച്ച് അവർ പറയുന്ന സ്ഥലത്തേക്ക് മാറിപ്പോകാനോ പറഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെ പോലെയുള്ള വലിയൊരു ദുരന്തം ഇനി വയനാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. അതിനുള്ള മുൻകരുതലുകളാണ് ഇപ്പോൾ എടുക്കുന്നത്. വീണ. ഓക്കെ, ശരി അർജുൻ. അതേസമയം മധ്യ കേരളത്തിൽ ഇപ്പോൾ മഴ പിൻവാങ്ങി നിൽക്കുകയാണ്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. വൃഷ്ടിപ്രദേശത്തെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഭൂതത്താൻകെട്ട് ഡാമിന്റെ 13 ഷട്ടറുകൾ തുറന്നിട്ടിരിക്കുകയാണ്. തീരദേശങ്ങളിൽ കടലാക്രമണം തുടരുകയാണ്. നിഷ ചേരുന്ന വിവരങ്ങളുമായി. നിഷ, ഒരു അല്പസമയത്തേക്ക് ഒരു ആശ്വാസം എന്ന് കരുതാൻ മാത്രമേ ഈ കാലവർഷക്കാലത്ത് കഴിയുകയുള്ളൂ. പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെ മഴ ഇടയ്ക്കിടയ്ക്ക് മാറി നിൽക്കുന്നത് ഒരു ആശ്വാസവുമാണ്. എന്താണ് വിവരങ്ങൾ? വീണ, മധ്യ കേരളത്തിൽ മഴയ്ക്ക് ശമനമായിട്ടുണ്ട്. ഇന്നലെ ഉച്ച മുതൽ മഴ പെയ്യുന്നില്ല. മധ്യ കേരളത്തിലെ പല ജില്ലകളിലും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലിപ്പോൾ. എറണാകുളം നഗരത്തിലൊക്കെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ ഇടവിട്ട് ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് എന്നതൊഴിച്ചാൽ വലിയ മഴയൊന്നും മധ്യ കേരളത്തിലില്ല. പ്രത്യേകിച്ചും എറണാകുളം നഗരത്തിലൊന്നും മഴ പെയ്യുന്നില്ല. തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ 13 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. വൃഷ്ടിപ്രദേശത്തെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ 13 ഷട്ടറുകൾ തുറന്നത്. ഒപ്പം മലങ്കര ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് ഡാമിൻ്റെ 3 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. മൂവാറ്റുപുഴയാർ, തൊടുപുഴയാർ എന്നിവയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്കുള്ള ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. ഇനി തീരദേശങ്ങളിലേക്ക് വരികയാണെങ്കിൽ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ്. കാരണം വാവ് ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ വെയിലേറ്റമുണ്ട്. ഏതാണ്ട് 11 മണി മുതൽ 4 മണി വരെ ശക്തമായ വെയിലേറ്റമാണ്. നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇന്നലെ കണ്ണമാലിയിലും ഷെറായിലും ഒക്കെ വലിയ രീതിയിലുള്ള കടലാക്രമണം ഉണ്ടായിരുന്നു. വൈപ്പിനിലൊക്കെ വലിയ രീതിയിലുള്ള കടലാക്രമണം ഉണ്ടായിരുന്നു. 11 മണി മുതൽ ഈ കടൽ വളരെ ശക്തമായി തന്നെ ഈ പ്രദേശവാസികളുടെ വീടുകളിലേക്കും ഒപ്പം തന്നെ പരിസരങ്ങളിലേക്കും ഒക്കെ ഒഴുകിക്കയറുന്നതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം നമ്മൾ ഇന്നലെ കണ്ടതാണ്. വലിയ രീതിയിലുള്ള ശക്തമായ കടലുണ്ട്. വാവ് ദിവസമായതുകൊണ്ട് ഇന്നും അതേ അവസ്ഥ തന്നെ തുടരും. എന്തായാലും രാവിലെ 11 മണി മുതൽ 4 മണി വരെ ശക്തമായ വെയിലേറ്റത്തിൽ തീരദേശവാസികളുടെ ജീവിതം ദുരിതത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് പറയണം. എന്തായാലും മഴ ഇപ്പോൾ മാറി നിൽക്കുകയാണ്. മധ്യ കേരളത്തിലെ പല ഇടങ്ങളിലും മഴയില്ല. എങ്കിലും തീരദേശവാസികളെ സംബന്ധിച്ചിടത്തോളം കടലാക്രമണമുണ്ട്. വാവ് ദിവസങ്ങളിലെ കടലാക്രമണം ഇന്നും തുടരും. മഴ മാറി നിൽക്കുന്നുണ്ട്. മലയോര മേഖലകളിൽ മാത്രമാണ് ചെറിയ രീതിയിൽ ഇടവിട്ട് മഴ പെയ്യുന്നത്. വീണ. ഓക്കെ, ശരി നിഷ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയാൽ, തിരുവനന്തപുരം പേയാട് കാവടിക്കടവ് ബണ്ടിൽ അപകടങ്ങൾ സ്ഥിരമാകുന്നു. പക്ഷെ അപ്പോഴും സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഒരു വർഷത്തിനിടെ പൊലിഞ്ഞത് 17 ജീവനുകളാണ്. സുരക്ഷ ഒരുക്കണമെന്ന പഞ്ചായത്തിൻ്റെ ആവശ്യം സർക്കാർ മുഖവിലക്കെടുക്കുന്നില്ല എന്നാണ് പരാതി. ഇപ്പോൾ ഈ മഴക്കാലവും കൂടി എത്തിയതോടെ ആശങ്ക വർദ്ധിക്കുകയാണെന്ന് ഈ കാവടിക്കടവ് നിവാസികൾ പറയും.
ദിവസേന നൂറുകണക്കിന് ആളുകളാണ് വിളപ്പിൽ പഞ്ചായത്തിലെ ഈ കടവിൽ കുളിക്കാനെത്തുന്നത്. വരുന്നവർ വീണ്ടും വരും. ഇവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന റീൽസ് കാണുന്നതോടെ കൂടുതൽ പേരെത്തുന്നു. എന്നാൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്കും മറ്റും സുരക്ഷയൊരുക്കണമെന്ന പഞ്ചായത്തിന്റെ ആവശ്യം സർക്കാർ മുഖവിലക്കെടുക്കുന്നില്ലെന്നാണ് പരാതി. ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ട് പോലും അവരാരും വേറൊരു നടപടി എടുക്കുകയോ സർക്കാർ ഇതിനു വേണ്ടിയുള്ള ഒരു നടപടിക്ക് വേണ്ടി അവർ മുൻകൈ എടുക്കുകയോ ഇന്ന് വരെ ചെയ്തിട്ടില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് നമുക്ക് അതിനുവേണ്ടി ഒരു നടപടി എടുത്ത് ഈ മഴക്കാലത്ത് നമ്മുടെ എല്ലാവരുടെയും, അതായത് ജീവൻ ഉപാധിയായിട്ടുള്ള ജീവൻ രക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് വീണ്ടും അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും. 17 പേർ മുങ്ങിമരിച്ച കടവാണിത്. 1 വർഷം മുൻപാണ് സമീപവാസിയായ കൗമാരക്കാരൻ ഇവിടെ മുങ്ങിമരിച്ചത്. അപകട സൂചനയായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി പേയാടി യൂണിറ്റ് സ്ഥാപിച്ച ബോർഡുണ്ട്. ഇതൊന്നും ഇവിടേക്കുള്ള ചെറുപ്പക്കാരുടെ വരവിനെയും അവരുടെ ഉല്ലാസക്കുളിയെയും ബാധിച്ചിട്ടില്ല. ശക്തമായ അടിയൊഴുക്കും ആഴം കൂടിയ ചുഴിയും നിറഞ്ഞ പ്രദേശം കരമനയാറിന്റെ ഭാഗമാണ്. വിളപ്പിൽ പഞ്ചായത്തിലെ പാറയിടുക്കുകളും കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസും ഇവിടെയാണ്. വെള്ളം സംഭരിക്കാൻ നദിയിൽ 10 അടിയോളം ഉയരത്തിൽ തടയണ നിർമ്മിച്ചിട്ടുണ്ട്. മഴക്കാലം എത്തിയതോടെ ആശങ്ക വർദ്ധിക്കുകയാണ് കാവടിക്കടവ് നിവാസികൾക്ക്. യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളോ ഉദ്യോഗസ്ഥരോ ഇല്ലാത്ത ഇവിടെ നിരവധി സഞ്ചാരികളാണ് ദിനംപ്രതി എത്തുന്നത്. ഇവിടെയാണ് നാട്ടുകാരും പുറമേ നിന്നെത്തുന്നവരും കുളിക്കുന്നത്. സ്ത്രീകളും കൊച്ചുകുട്ടികളും ഇവിടെ കുളിക്കാനെത്തുന്നു. പ്രകൃതി സൗന്ദര്യം മുൻനിർത്തി ഇവിടെ സുരക്ഷിതമായ സ്ഥലമൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പച്ചത്തുരുത്തെന്ന പേരിൽ പാർക്ക് സ്ഥാപിക്കാനും കുളിക്കാനെത്തുന്നവരുടെ സുരക്ഷയ്ക്കായി മുഴുവൻ സമയം സുരക്ഷാ ജീവനക്കാരനെ നിയമിക്കണമെന്നും നിരവധി തവണ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും യാതൊരു തരത്തിലുമുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് വാർഡ് മെമ്പർ ഉഷ പറഞ്ഞു. ചെക്ക് ഡാം വന്നതിന് ശേഷം അത് എല്ലാവരെയും ആകർഷിക്കുകയും അതിനെ കാണാൻ വേണ്ടി കാവടിക്കടവ് എന്നൊരു സിമ്പൽ കണ്ടുകൊണ്ടാണ് അവരെല്ലാവരും ഇവിടെ വരുന്നത്. പക്ഷെ നമുക്കത് ഓരോ ദിവസങ്ങളിലും നമ്മുടെ ഈ മഴ പെയ്യുമ്പോൾ തന്നെ നമുക്ക് പേടി സ്വപ്നമായിട്ടാണ് ഈ കാവടിക്കടവ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തൊട്ടാകെ പഞ്ചായത്ത് തലത്തിലും വ്യാപാരി വ്യവസായികളും അസോസിയേഷൻ സന്നദ്ധ പ്രവർത്തകർ അങ്ങനെയുള്ള ഒരുപാട് പേര് ഇവിടെ ബോർഡുകൾ വെച്ചു. അത് ഒന്ന് രണ്ട് ബോർഡുകൾ സാമൂഹ്യ വിരുദ്ധത നശിപ്പിച്ചു. അതിനുശേഷം വീണ്ടും അവർ ബോർഡ് വയ്ക്കുകയും എന്നിട്ട് പോലും മറ്റുള്ള രീതിയിൽ നമുക്ക് വേറൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. മഴക്കാലത്ത് അരുവിക്കര ഡാം തുറന്നുവിടുമ്പോഴൊക്കെ ഇവിടെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഈ സമയം പ്രദേശം വെള്ളത്തിനടിയിലാകും. ഇതാണ് ഉദ്യാനമെന്ന ആവശ്യത്തിന് തടസ്സമായി നിൽക്കുന്നത്. ആറിനപ്പുറം വട്ടിയൂർക്കാവ് കുലശേഖരമാണ്. ആറിന്റെ മറുപുറത്ത് ചൂരൽക്കാടാണ്. ഇതുവഴിയും കാവടിക്കടവിലെ കുളിക്ക് ആളുകൾ എത്താറുണ്ട്. തടയണിയിലൂടെ ഇരുവശത്തേക്കും നടന്നു പോകുന്നതും പതിവാണ്. കാൽവഴുതിയാൽ തടയണയ്ക്കപ്പുറം പാറക്കെട്ട് നിറഞ്ഞ ചരിഞ്ഞ സ്ഥലമാണ്. ജനം, തിരുവനന്തപുരം. നിലമ്പൂർ മുൻ MLA PV അൻവർ ഇന്ന് മാധ്യമങ്ങളെ കാണും. നിർണായക വാർത്താ സമ്മേളനം രാവിലെ 9 മണിക്കാണ്. ആര്യടൻ ഷൗക്കത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയെന്ന് അൻവർ ആവർത്തിച്ചിരുന്നു. പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പറഞ്ഞ അൻവർ താൻ അസന്തുഷ്ടനല്ല എന്നും പറഞ്ഞിരുന്നു. UDF സ്ഥാനാർത്ഥി CPM-മായി ചർച്ച നടത്തിയെന്ന് അൻവർ ആവർത്തിക്കുമ്പോൾ അൻവറിനെ മുന്നണിയിലെടുക്കാൻ UDF തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, നിലമ്പൂരിൽ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുകയാണല്ലോ. അരുൺ വിവരങ്ങൾ നൽകും എന്ന് പ്രതീക്ഷിക്കുന്ന അല്പസമയത്തിനകം. നിലമ്പൂരിൽ നമുക്കറിയാം വലിയ ആവേശത്തോടെ ഒരു അംഗം തുടങ്ങും എന്ന് കരുതിയെടുത്ത് ആകെ പ്രശ്നകലുഷിതമാണ്. ജൂൺ 2-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയാണ്. അപ്പോഴാണ് ഇന്ന് വീണ്ടും അൻവർ മാധ്യമങ്ങളെ കാണാനെത്തുകയും എന്താണ് പറയാനുള്ളത് എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു രാഷ്ട്രീയ കേരളം. നമുക്ക് നോക്കാം അരുൺ, കാര്യങ്ങൾ കുറച്ചുകൂടി കുഴഞ്ഞു മറിയുകയാണോ UDF ക്യാമ്പിലും അൻവറിന്റെ പാളയത്തിലുമൊക്കെ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഈ PV അൻവർ ഇന്നിപ്പോൾ 9 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ച് എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് എല്ലാവരും
ഉറ്റുനോക്കുന്ന കാര്യം. കാരണം നമുക്കറിയാം ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഈ വലിയ രീതിയിലുള്ള വിമർശനമാണ് അൻവർ ഉന്നയിച്ചത്. പ്രധാനമായിട്ടും അൻവർ ഈ ഷൗക്കത്തുമായി ബന്ധപ്പെട്ട ഷൗക്കത്ത് ഇടതുപക്ഷവുമായിട്ട് ചർച്ച നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. മാത്രമല്ല ഫേസ്ബുക്കിലോ മറ്റോ ഒന്നും ഇടതുപക്ഷത്തെ വിമർശിക്കാത്ത ഒരു വ്യക്തിയാണ്. മാത്രമല്ല അദ്ദേഹത്തിന് മണ്ഡലത്തിനെ കുറിച്ചൊന്നും യാതൊന്നും അറിയില്ല തുടങ്ങിയ തരത്തിൽ വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഈ ആര്യാടൻ ഷൗക്കത്തിന് നേരെ ഈ PV അൻവർ ഉന്നയിച്ചത്. പക്ഷേ അത്തരത്തിൽ UDF പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഇങ്ങനെ നിരന്തരം മോശമായ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന അൻവറിനെ തള്ളിപ്പറയാൻ ഒരിടത്തും കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണെന്നുള്ളതാണ്. കാരണം പ്രധാനമായിട്ടും ഇന്നലെ വൈകിട്ടും മാധ്യമങ്ങളെ കണ്ട സമയത്ത് അൻവർ ഈ കോൺഗ്രസ് ഇത്തരത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെ മോശമായി പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് മാധ്യമങ്ങൾ ചോദിച്ച സമയത്ത് പോലും അൻവർ അതിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഇന്നലെ അത്രയും പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിൽ UDF പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയെ നിരന്തരം മോശമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ പോലും UDF നേതാക്കൾ, അതിപ്പോൾ പ്രതിപക്ഷ നേതാവായ VD സതീശൻ, UDF ചെയർമാൻ കൂടെയായ VD സതീശനാണെങ്കിലും അതല്ലെങ്കിൽ ഈ KPCC അധ്യക്ഷനാണെങ്കിലും ഇവരാരും തന്നെ അൻവറിനെ ഒരിടത്തും തള്ളി പറഞ്ഞിട്ടില്ല. അൻവർ അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹമാണ് പറയേണ്ടത്. UDFനൊപ്പം പോകണമോ എന്നുള്ള കാര്യത്തിലൊക്കെ നിലപാട് പറയേണ്ടത് അൻവർ ആണ് എന്ന തരത്തിലായിരുന്നു ഇവരൊക്കെ പറഞ്ഞിരുന്നത്. ഏതായാലും അത്തരത്തിൽ ഇവരെല്ലാം പറയുന്ന സമയത്ത് ഇനി എന്താണ് അൻവർ ഈ വിഷയത്തിൽ പറയാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും അറിയേണ്ടതായിട്ട് ഉള്ളത്. ഏതായാലും 9 മണിക്കാണ് അൻവറിന്റെ വാർത്താ സമ്മേളനം ഉള്ളത്. ഒതായിലെ വീട്ടിൽ വെച്ചാണ് വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനത്തിൽ UDFനൊപ്പം പോവാൻ, അതായത് കഴിഞ്ഞ ദിവസം ആകപ്പാടെ വലിയ രീതിയിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ ഒരിടത്ത് പയറ്റുന്നു. കുഞ്ഞാലിക്കുട്ടിയെ നേരിൽ പോയി കാണുന്ന ഒരു മീഡിയേറ്റർ ആയിട്ട് കുഞ്ഞാലിക്കുട്ടിയെ അല്ലെങ്കിൽ ലീഗിനെ ഉപയോഗിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്ത അൻവർ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദ തന്ത്രമൊക്കെ പയറ്റി അതിൽ ഏതെങ്കിലും ഫലം കണ്ടിട്ടുണ്ടോ? UDFന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ ഒരു അനുകൂലമായിട്ടുള്ള കാര്യം, പ്രത്യേകിച്ച് അൻവർ ഉദ്ദേശിക്കുന്നത് അൻവറിന് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് എന്നുള്ളത് തന്നെയായിരിക്കും, അല്ലെങ്കിൽ മുന്നണിയിൽ പ്രവേശനം എന്നുള്ളത് തന്നെയായിരിക്കും. ആ മുന്നണി പ്രവേശനത്തിനും ഒരു സീറ്റിനും ഒക്കെ UDF വഴങ്ങിയിട്ടുണ്ടോ? ഈ അൻവറിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് ഈ അൻവറിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കൊക്കെ UDF വഴങ്ങിയിട്ടുണ്ടോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. ഏതായാലും 9 മണിക്ക് വാർത്താ സമ്മേളനമുണ്ട്. അതിൽ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ലഭിക്കും എന്നുള്ളതാണ്. എന്തായാലും UDFനെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ ഗതികേടിൽ തന്നെയാണ് ഈ നിലമ്പൂരിൽ ഉള്ളത് എന്നുള്ളതാണ്. കാരണം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട UDF വലിയ രീതിയിൽ തങ്ങൾ ഇത്തവണ വിജയിക്കും, തങ്ങൾക്ക് മികച്ച സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ വലിയ വായിൽ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ അൻവറിനെ കീഴ്പ്പെട്ടു പോവേണ്ട ഒരു സാഹചര്യം UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അൻവറിനെ പാടെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ തങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെക്കുറിച്ചൊക്കെ നിരന്തരം അപവാദ പ്രചരണങ്ങൾ, അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ടും വളരെ മോശമായ രീതിയിൽ തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് പറഞ്ഞിട്ടും ഒന്നും തന്നെ UDF ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാടിലേക്ക് എത്തുന്നില്ല എന്നുള്ളതുകൊണ്ട് ഏതായാലും അൻവർ എന്താണ് ഇനി പറയാൻ പോകുന്നത് എന്നുള്ളതാണ് അറിയേണ്ടതായിട്ടുള്ളത്. ഓക്കെ, തീർച്ചയായും അൻവറിന്റെ വാക്കുകൾക്കായാണ് കാത്തിരിക്കുന്നത്. അത് UDF ക്യാമ്പും അതിനുവേണ്ടി കാത്തിരിക്കുക തന്നെയാണ്. വിദേശ വിദ്യാർത്ഥികൾക്ക് നേരെ കടുത്ത നടപടിയുമായി അമേരിക്ക. വിദേശ വിദ്യാർത്ഥികൾക്കുള്ള വിസ ഇന്റർവ്യൂകൾ നിർത്തിവെക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു. FMJ വിസ അപേക്ഷകൾക്കുള്ള ഇന്റർവ്യൂകളെയാണ് നടപടി ബാധിക്കുക. നിലവിൽ ഇന്റർവ്യൂ അപ്പോയിന്റ്മെന്റുകൾ ലഭിച്ചവർക്ക് ഉത്തരവ് ബാധകമല്ല. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കോൺസുലേറ്റുകൾക്ക് അയച്ച ഉത്തരവിലാണ് നിർദ്ദേശമുള്ളത്. അതേസമയം നിലവിൽ വിദ്യാർത്ഥി വിസകളിൽ ഉള്ളവരോട് ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ വിസ റദ്ദാക്കുമെന്ന മുന്നറിയിപ്പും ട്രംപ് ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഐസൺ ചേരുന്ന വിവരങ്ങളുമായി. ഐസൺ, ഈ നിലവിൽ പോയിരിക്കുന്ന ഉത്തരവ് ഇത് ഏതൊക്കെ തരത്തിലാണ് ബാധിക്കുക ഈ വിദേശ വിദ്യാർത്ഥികളെ? വിദേശ വിദ്യാർത്ഥികളെ ബാധിക്കുന്നത് 2 തരത്തിലാണ്. അതായത് പ്രധാനമായും വിദേശ വിദ്യാർത്ഥികളെ ബാധിക്കുന്നു അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത്, ഒന്നാമത് ഈ വിസയുടെ കാലാവധി തീരുകയോ അല്ലെങ്കിൽ വിസ കൃത്യമായി ലഭ്യമാകാതിരിക്കുകയോ ചെയ്യുമ്പോൾ അവരുടെ പഠനത്തെ അത് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുറെ ആശങ്ക വിദ്യാർത്ഥികൾക്കുണ്ട് എന്നതും ഒരു പ്രത്യേകതയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു സുപ്രധാനമായ വിഷയം, ഈ വിദ്യാർത്ഥികൾ, അതായത് അമേരിക്കയിൽ എത്തുന്ന വിദ്യാർത്ഥികൾ പഠിക്കാനാണ് എത്തുന്നത്, ഇവിടെ പ്രക്ഷോഭം നടത്താനല്ല എന്ന് നേരത്തെ തന്നെ, അതായത് ബ്രഹ്മണ്ഡ്
മാസങ്ങൾക്ക് മുമ്പ് തന്നെ മാർക്കോ റൂബിയോ കൃത്യമായി പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ളൊരു നിലപാട് കൂടി കൃത്യമായി നടപ്പാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മാർക്കോ റൂബിയോ പറഞ്ഞതനുസരിച്ച് നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഈ ലിബറൽ സ്വഭാവവും അതുപോലെ തന്നെ ഒരു ഇസ്രയേൽ വിരുദ്ധ സ്വഭാവവുമെല്ലാമുള്ള വിദ്യാർത്ഥികൾ അമേരിക്കയുടെ ക്യാമ്പസുകളെ ഒരു വിപ്ലവ പ്രസ്ഥാനം നടത്തുന്നതിനെ അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭകാരികളായി മാറുന്നതിനുള്ള സാഹചര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ എത്തുന്നവരുണ്ട്. അവരെ നിയന്ത്രിക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് ഈ നടപടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നിയന്ത്രിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടപ്പാക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി ഈ വിദ്യാർത്ഥികളെ നിരീക്ഷിക്കുന്നതിന് കൂടിയാണ് ഈ താൽക്കാലികമായി വിസ നൽകുന്നത് നിർത്തിവെച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോകം മുഴുവനുമുള്ള എംബസികൾ വഴി നടക്കുന്ന വിസ റിക്രൂട്ട്മെന്റ് വിസ ഇന്റർവ്യൂകളെ എല്ലാം തന്നെ നിർത്തിവെക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മാർക്കോ റൂബിയോയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി തന്നെ വന്നിരിക്കുന്നത്. ട്രംപ് ഭരണകൂടം ഇത് സംബന്ധിച്ച തീരുമാനവും എടുത്തിരിക്കുന്നത്. ഇത് തീർച്ചയായും അമേരിക്കയിൽ വിദ്യാഭ്യാസം നടത്താൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിന് മാത്രമാണ്, പ്രക്ഷോഭത്തിനല്ല വരുന്നത് എന്ന് കൃത്യമായ സന്ദേശം നൽകുക എന്ന ഒരു കളക്റ്റീവ് ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായും ഈ വിസകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പല കാറ്റഗറിയിലുള്ള വിസകളെല്ലാം തന്നെ നിർത്തിവെക്കാനും ആ വിസകളുടെ അനുമതി നൽകുന്നതിനെ സംബന്ധിച്ച ഇന്റർവ്യൂകൾ നിർത്തിവെക്കാനുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ അവിടെ എത്തുന്ന വിദ്യാർത്ഥികളെ, അതായത് അമേരിക്കയിൽ എത്തുന്ന വിദ്യാർത്ഥികളെ കർശനമായ നിരീക്ഷണത്തിന് വിധേയമാക്കാനും അവർ ഏതെങ്കിലും തരത്തിലുള്ള രാജ്യവിരുദ്ധ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുകളോ സ്വീകരിക്കുകയാണെങ്കിൽ അവരെ ഡീപ്പോർട്ട് ചെയ്യാനുമുള്ള നടപടികൾ ഉണ്ടാക്കുന്നതിനെ കൃത്യമായ ഒരു മാർഗരേഖ തയ്യാറാക്കുന്നതിന്റെ കൂടി ഭാഗമായാണ്, അല്ലെങ്കിൽ ആ എഗ്രിമെന്റിൽ തന്നെ അത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന്റെ കൂടി ഭാഗമായാണ് ഈ നടപടിയെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തുതന്നെയായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് അമേരിക്കയിലെ ക്യാമ്പസുകളിലെ സമാധാനവും അമേരിക്കയിലെ ക്യാമ്പസുകളിലെ സ്വസ്ഥമായ ജീവിതവും ഉറപ്പാക്കുന്നതിനെ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ട്രംപ് വ്യക്തമാക്കിയത് നടപ്പാക്കുക കൂടിയാണ് ഈ തീരുമാനത്തിലൂടെ. ശരിയായി സർ. വർക്ക് വിസയ്ക്ക് എന്ന പേരിൽ മലയാളികളിൽ നിന്നുൾപ്പെടെ 3 കോടിയിലധികം രൂപ തട്ടിയെടുത്തതായി പരാതി. മുംബൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എയ്റോൺ ഓവർസീസ് എന്ന കമ്പനിക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 130ഓളം ആളുകൾക്ക് പണം നഷ്ടമായതായി കോഴിക്കോട് സ്വദേശിയും തട്ടിപ്പിനിരയുമായ അനുരാഗ് പറയുന്നു. ഗോകുൽ കെ വേണുഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അനുരാഗിന്റെ എത്ര പൈസയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്? എപ്പോഴായിരുന്നു ഈ സ്ഥാപനവുമായിട്ട് അനുരാഗ് ബന്ധപ്പെടുന്നത്? ഞാൻ ഏകദേശം 2024 ജൂലൈയിലാണ് അതിൽ ബന്ധപ്പെടുന്നത്. ഞാൻ ലക്സംബർഗിലേക്കാണ് അപ്ലൈ ചെയ്തത്, യൂറോപ്പിൽ. അപ്പോൾ അവിടേക്ക് 3.5 ലക്ഷത്തോളം രൂപയാണ് എനിക്ക് മൊത്തം പോയത്. അത് ഓരോ സ്റ്റേജിലായിരുന്നു അവർ ഓരോന്ന് വാങ്ങിയിരുന്നത്. ഓരോ എമൗണ്ട് വാങ്ങുമ്പോൾ അതിൻ്റെ ഓരോ പേപ്പേഴ്സ് റെഡിയാക്കുക, അങ്ങനെയായിരുന്നു അവരുടെ രീതി. അപ്പോൾ അതൊക്കെ കാണുമ്പോഴാണ് ഞങ്ങൾ കൺവിൻസ്ഡ് ആയത്. പക്ഷേ ഞാൻ ആദ്യം ബന്ധപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് കണ്ടിട്ട്, എയ്റോൺ ഓവർസീസ് എന്ന സ്ഥാപനത്തിൻ്റെ ഒരു പേജ്. അതിൽ അത്യാവശ്യം നല്ല ഫോളോവേഴ്സും ഉണ്ടായിരുന്നു അതിൽ. പിന്നീട് ഞാൻ എൻ്റെ മുംബൈയിൽ വഴിയുള്ള പരിചയക്കാർ ബന്ധുക്കൾ വഴി അന്വേഷിച്ചപ്പോൾ ഒരു ഓഫീസ് ഓപ്പൺ ആണെന്നും അറിഞ്ഞ അവിടെ. അപ്പോൾ അതോടെയാണ് ഞാനിത് അന്വേഷിച്ചത്. അവിടെ പോയിട്ടാണോ പൈസ കൊടുത്തത്? അവിടെ പോകാൻ പറ്റിയിട്ടില്ല. എല്ലാം ബാങ്കിങ് വഴിയായിരുന്നു ഇടപാട്. എല്ലാത്തിനും അവർ റെസീറ്റും തന്നിട്ടുണ്ട്. ഈ എപ്പോഴാണ് അവരുമായിട്ട് അവസാനമായിട്ട് കോൺടാക്ട് ചെയ്തത്, അല്ലെങ്കിൽ പറ്റിക്കപ്പെടുകയാണെന്ന് തോന്നിയത് എപ്പോഴായിരുന്നു? ലാസ്റ്റ് കോൺടാക്ട് ഇപ്പോൾ ഇവരുമായിട്ട് വന്നത് ഏകദേശം മാർച്ചിലാണ്. ഏകദേശം സമയത്താണ് ഞാൻ എൻ്റെ കറണ്ട് ജോബും ലെഫ്റ്റ് ചെയ്തത്. അപ്പോൾ അവർ 5 മാസത്തിനുള്ളിൽ പ്രോമിസിങ് പറഞ്ഞിട്ടും ഈ അത്രയും സമയമായിട്ട് ഒന്നും നടക്കാണ്ടായപ്പോഴാണ് ഞങ്ങൾക്ക് ഡൗട്ട് വരാൻ തുടങ്ങിയത്. പിന്നീടാണ് ഇവരെ പറ്റി ഞങ്ങൾ കൂടുതൽ അന്വേഷിക്കുന്നത്. എനിക്കൊരു ഏജന്റിന് അസൈൻ ആയിട്ടുണ്ടായിരുന്നു, അക്ഷയ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാളൊരു മലയാളിയായിരുന്നു. അപ്പോൾ പിന്നീട് പെട്ടെന്ന് അയാൾ റിസൈൻ ചെയ്തു. പിന്നീട് സൈദ് എന്ന് പറയുന്ന ഒരു ബോംബെ ബേസ്ഡ് ഹിന്ദി മാത്രം പറയുന്ന ഒരാൾ എൻ്റെ ആളായിട്ട് അസൈൻഡ് ആയി. പിന്നീട് റീസെൻ്റ്ലി ഒരു 2 മാസം മുന്നേ ഇവരുടെ എല്ലാ ഏജൻസിൻ്റെ നമ്പർ സ്വിച്ച് ഓഫ് ആവുക. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഇവരുടെ മെയിൻ നമ്പർ ഉണ്ടാവില്ല ഈ ഓവർസീസിൻ്റെ, അത് ഇതിൻ്റെ MD നമ്പറായിരുന്നു, അമൻ ഷെയ്ഖ് അമൽ മിയ എന്ന് പറയും. അപ്പോൾ അയാളായിരുന്നു പിന്നീട് ലാസ്റ്റ് ഞങ്ങളായിട്ട് കോൺടാക്ട് ഉണ്ടായിരുന്നത്, വാട്സപ്പ് മാത്രം. അപ്പോൾ അത് ചോദിക്കുമ്പോൾ അയാൾ പറയും അയാൾ ഈ സ്പെയിനിലോ മറ്റോ ആണ്, വാട്സപ്പ് വെബാണ്. അയാൾ ഇപ്പോഴും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇല്ല, ആ നമ്പർ ഇപ്പം സ്വിച്ച്, അതും ഇപ്പം മൊത്തത്തിൽ വാട്സപ്പ് ഒന്നും കിട്ടുന്നില്ല. ഈ അക്ഷയ് റിസൈൻ ചെയ്തു പറഞ്ഞല്ലോ, അക്ഷയമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോഴും? ഇല്ല, എല്ലാ നമ്പറും സ്വിച്ച് ഓഫ് ആണ്. ഓക്കെ, ഇപ്പം നിങ്ങളൊരു 130ഓളം ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. നിങ്ങളൊരു കണക്ട് ചെയ്തൊരു കമ്മ്യൂണിറ്റി വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. എന്ത് നടപടിയാണ് ഈ 130 ആളുകൾ കൂടി സ്വീകരിച്ച് പരാജയം മറ്റോ കൊടുത്തിട്ടുണ്ടോ? അവർ 39 പേര്, മലാട് വെസ്റ്റാണ് ഈ സ്ഥാപനം. അപ്പോൾ അവിടെയുള്ള 39 പേര് പോയിട്ട് മലാട് പോലീസ് സ്റ്റേഷനിൽ ആദ്യം കംപ്ലയിൻറ്റ് ചെയ്യാൻ പോയിരുന്നു. ആദ്യം 5-6 ആളൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ അവിടുന്ന് പോലീസ് അവരെ വരട്ടി വിടുന്ന വഴിയാണ് അവർക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അവർ ആദ്യം സംശയിച്ച് അവിടെയുള്ള കുറേ പോലീസിന് വല്ല എമൗണ്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് വരെ ആദ്യം സംശയിച്ചു. പിന്നീട് കുറേ പേര് ഹയർ അതോറിറ്റി വഴി ബന്ധപ്പെട്ടപ്പോൾ 39 പേര് ഒരുമിച്ച് പോയപ്പോൾ അവർ കംപ്ലയിൻറ്റ് എടുക്കാൻ നിർബന്ധിതമാവുകയായിരുന്നു. കേരളത്തിൽ ഞങ്ങളിപ്പോൾ 4 പേരുണ്ട്. 2 മലയാളീസ്, അവർ മുംബൈ ബേസ്ഡ് ആണ് പണ്ട് തൊട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലാണ് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയത്. പക്ഷെ അവർ ആ 39 പേരിൽ FIRൽ നിങ്ങളും ചേരാൻ പറ്റുമോ നോക്കൂ, അത് നടന്നിട്ടില്ലെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്നാണ് ഇവിടുന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 130 ആളുകളുടേതായിട്ട് എത്ര രൂപ, നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലാണല്ലോ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്, എത്ര രൂപയോളം മൊത്തം നഷ്ടമായിട്ടുണ്ടാവും? 3-4 കോടിയോളം പോയിട്ടുണ്ട് 130 ആളുമായിട്ട്. വലിയ തുകയാണ് ഓരോരുത്തർക്കും നഷ്ടപ്പെട്ടിട്ടുള്ളത്.
ഇപ്പോൾ അനുരാഗിന് മാത്രം 3.5 ലക്ഷത്തോളം രൂപ നഷ്ടമായിരിക്കുന്നു. 130 ആളുകൾ ഇവരുടെ തന്നെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. 3 കോടി മുതൽ 4 കോടിയോളം രൂപ ഇത്ര 130 ആളുകളിൽ നിന്നും തട്ടിയതായും മനസ്സിലാക്കുന്നു. എന്തായാലും മുംബൈയിൽ അവർ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ ആളുകളൊക്കെ ആ പരാതിയുടെ ഭാഗമാകാനുള്ള ആലോചനയിലാണ്. ക്യാമറാമാൻ സന്തോഷിനൊപ്പം ഗൂഗിൾ കെ വേണുഗോപാൽ, ജനം, കോഴിക്കോട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുഖം രക്ഷിക്കാൻ CPM നേതൃത്വം തൃശൂരിൽ ഇന്ന് പ്രതിഷേധ മാർച്ചും യോഗവും നടത്തും. അതേസമയം കരുവന്നൂരിലെ ഇടതുകൊള്ള തുറന്നുകാട്ടാൻ BJPയുടെ രാഷ്ട്രീയ വിശദീകരണ യോഗവും ഇന്ന് വൈകുന്നേരം നടക്കും. BJP സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സാനു കെ സജീവ് ചേരുന്ന വിവരങ്ങളുമായി. സാനു, 2 തരത്തിലുള്ള യോഗങ്ങൾ ആണ് അവിടെ നടക്കാൻ പോകുന്നത്. CPM എന്താണ് ഈ പ്രതിഷേധ മാർച്ചും യോഗവും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിലേക്ക് ആദ്യം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് CPM-നെ വരിഞ്ഞു കൊടുക്കുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട്. കാരണം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED-യുടെ 2ാം ഘട്ട കുറ്റപത്രം കൊടുത്തതിന് ശേഷം CPM തന്നെ ആ പാർട്ടി തന്നെ ഇതിൽ പ്രതിയായി മാറിയതോടുകൂടി സമ്പൂർണ്ണമായിട്ട് പാർട്ടി സംവിധാനങ്ങളെല്ലാം പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ അവർക്ക് മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി പല ചെപ്പടി വിദ്യകളും കാണിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയേ പറ്റൂ. അണികൾക്ക് മുന്നിലെങ്കിലും പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ പാടിന്റെ ഭാഗമായിട്ട് തന്നെയാവണം ഇന്ന് CPM-ന്റെ നേതൃത്വത്തിൽ ഒരു വിശദീകരണ യോഗവും ഒരു പ്രതിഷേധ മാർച്ചും തൃശ്ശൂരിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. KG അംഗമായിട്ടുള്ള വിജയരാഘവൻ തന്നെ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കുന്നുണ്ട്. അതായത് കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള കേസിന് കുറ്റപത്രം കൊടുത്തതിന് തൊട്ടു പിന്നാലെ ഈ കേസിൽ പ്രതികളായിട്ടുള്ളവർ തന്നെ പത്രസമ്മേളനം നടത്തുകയിലെ മാധ്യമങ്ങളെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. AT മൊയ്തീനെ K രാധാകൃഷ്ണൻ പറഞ്ഞത് തങ്ങൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല, പാർട്ടി ഇതിൽ യാതൊരു പങ്കുമില്ല എന്നടക്കമുള്ള ചില ന്യായീകരണങ്ങളും അവർ നടത്തുകയുണ്ടായി. അന്ന് തന്നെ അവർ പറഞ്ഞിരുന്നതാണ് ഇതിനെതിരെ ഒരു ജനകീയ പ്രതിഷേധം അല്ലെങ്കിൽ ജനങ്ങളെ രംഗത്തിറക്കിക്കൊണ്ട് തങ്ങൾ സമര രംഗത്തേക്ക് വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ സൂചിപ്പിച്ചതാണ്. എന്തായാലും അതിന് പറഞ്ഞ ആ സൂചനകൾ അധികം വൈകാതെ തന്നെ അവർ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ 10:30 വിജയരാഘവൻ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് അവർ സംഘടിപ്പിച്ചിരിക്കുന്നത്. പരമാവധി ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനും അതേപോലെ തന്നെ ED-ക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ജനവികാരം തിരിച്ചുവിടുന്നതിനുള്ള ഒരു നടപടികളാണ് CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതായത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരുന്നു, ഇതിന് തൊട്ടു പിന്നാലെ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ, അതേപോലെ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ CPM-നെതിരെ ഒരു കുന്തമുനയായി മാറാനായിട്ട് ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് സാഹചര്യമുണ്ടെന്ന് കണ്ടുകൊണ്ട് തന്നെയാവണം CPM-ന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നടപടി സമര പരിപാടികളിലേക്ക് കടന്ന് ജനവികാരത്തെ മറ്റൊരു തലത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതേപോലെ തന്നെ BJP-യും ഈ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം, അതായത് കരുവന്നൂർ തട്ടിപ്പ്, കരുവന്നൂർ കൊള്ള ജനം തിരിച്ചറിയൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPM നടത്തുന്ന അതേ സ്ഥലത്ത് തന്നെ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് BJP-യുടെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം ഇന്ന് നടക്കുന്നുണ്ട്. അതായത് സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രനാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. അതായത് കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തട്ടിപ്പിനിരയായവർക്ക് BJP എന്താണോ വാക്ക് കൊടുത്തത് ആ വാക്ക് തങ്ങൾ പാലിച്ചു. ഇനി അവർക്ക് കിട്ടാനുള്ള പണം അവരുടെ കയ്യിലേക്ക് എത്തുന്നത് വരെ തങ്ങൾ അവർക്കൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് BJP-യുടെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം ഇന്ന് തൃശ്ശൂരിൽ നടക്കുന്നത്. വീണ. ഓക്കെ, ശരി സാനു. BJP-യുടെ രാഷ്ട്രീയ വിശദീകരണ യോഗവും ഇന്ന് വൈകുന്നേരം നടക്കും. BJP സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ED കുറ്റപത്രം സമർപ്പിച്ച കരുവന്നൂർ കള്ളപ്പണ കേസിൽ മുൻ മന്ത്രിമാരായ AC മൊയ്തീനും K രാധാകൃഷ്ണനും കോടതി നോട്ടീസ് അയക്കും. 2ാം ഘട്ട കുറ്റപത്രത്തിലുള്ള 28 പ്രതികളും വിചാരണ കോടതിയായ കലൂർ PMLA കോടതിയിൽ ഹാജരായി ജാമ്യമെടുക്കണം. കേസിൽ ആകെ 83 പ്രതികളാണുള്ളത്. എല്ലാ പ്രതികൾക്കും കുറ്റപത്രത്തിന്റെ പകർപ്പ് പെൻഡ്രൈവിലാക്കി നൽകും. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം കോടതി കുറ്റപത്ര ഫയലിൽ സ്വീകരിക്കും. നിഷ ദിലീപ് ചേരുന്നു. നിഷ, എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ ഇന്നെതിരുണ്ടാവുക? വീണ, കുറ്റപത്രത്തിന്റെയും അനുബന്ധമായി സമർപ്പിച്ചിട്ടുള്ള രേഖകളുടെയും ഒക്കെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായ ശേഷമാണ് കേസിലെ 2ാം ഘട്ട പ്രതികളായ മുൻ മന്ത്രിമാരായ AC മൊയ്തീനും K രാധാകൃഷ്ണനും ഒപ്പം തന്നെ തൃശൂരിലെ മുൻ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് അടക്കമുള്ള 28 പേർക്ക് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇവർ കലൂരിലെ PMLA കോടതിയിൽ നേരിട്ട് ഹാജരായി ജാമ്യമെടുക്കണമെന്നതാണ് വ്യവസ്ഥ. എന്തായാലും ഈ കേസിലാകെ 83 പ്രതികളാണുള്ളത്. ഇതിൽ സ്ഥാപനങ്ങളടക്കമുള്ള 55 പേർ നേരിട്ട് ഹാജരായി ജാമ്യമെടുത്തിരുന്നു. കേസിലെ അനുബന്ധ രേഖകളുടെയൊക്കെ സൂക്ഷ്മ പരിശോധനകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഡിജിറ്റലായി കുറ്റപത്രം സമർപ്പിക്കാനും കോടതി അനുവാദം നൽകിയിരുന്നു. നേരത്തെ ഈ കേസിലെ
28 പേരും നേരിട്ട് ഹാജരാവണം. ഇതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ 22ാം ഘട്ട കുറ്റപത്രത്തിലുള്ള 28 പേരോടും നേരിട്ട് ഹാജരാവാനായി കോടതി സമൻസ് അയക്കാനുള്ള നടപടികൾ പൂർത്തിയായിരിക്കുന്നത്. ഒപ്പം ഈ 55 സ്ഥാപനങ്ങൾ ആദ്യഘട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള 55 സ്ഥാപനങ്ങളടക്കമുള്ളവർ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തിരുന്നു. ആദ്യഘട്ട കുറ്റപത്രം 25,000 പേജുള്ള ആദ്യഘട്ട കുറ്റപത്രം കേസിലെ 2ാം ഘട്ടത്തിൽ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ള 28 പേർക്ക് നൽകും. ഒപ്പം തന്നെ ആദ്യഘട്ടത്തിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ഇപ്പോൾ 2ാം ഘട്ട കുറ്റപത്രം 5,000 പേജുള്ളതാണ്. ഇവയുടെയും കോപ്പി നൽകും. ഡിജിറ്റലായി കുറ്റപത്രം സമർപ്പിക്കാനായി കോടതി നേരത്തെ അനുവാദം നൽകിയിരുന്നു. കുറ്റപത്രത്തിന്റെ പകർപ്പ് അടക്കം ഡിജിറ്റലായി പെൻ ഡ്രൈവിൽ ഈ 2ാം ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾക്ക് നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. വീണ. ശരി നിഷ. 2 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള കലാലയ മുത്തശ്ശിയെ നയിക്കാൻ ആദ്യമായി ഒരു വനിതാ പ്രിൻസിപ്പൽ എത്തുന്നു. കോട്ടയം CMS കോളേജിന്റെ പ്രിൻസിപ്പലായി മാവേലിക്കര സ്വദേശിനി അഞ്ജു ശോഷൻ ജോർജ് ചുമതലയേൽക്കും. ഗവേഷണ ഹബ്ബും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും എല്ലാമാണ് അഞ്ജുവിന്റെ സ്വപ്നം. ാണ് കോട്ടയം CMS കോളേജിലേക്ക് അഞ്ജു ശോഷൻ ജോർജ് എത്തുന്നത്. പ്രശസ്തമായ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ അധ്യാപികയായി പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപികയായി മാറി. പിന്നീടവർ കഴിഞ്ഞ വർഷം പ്രിൻസിപ്പൽ ഇൻചാർജായി ചുമതല വഹിച്ചിരുന്നു. ഇപ്പോൾ പ്രിൻസിപ്പലായി നിയമനം. CMS കോളേജിന്റെ 207 വർഷത്തെ പ്രൗഢമായ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രിൻസിപ്പൽ എന്ന നാഴികക്കല്ലിലാണ് അഞ്ജു ശോഷൻ ജോർജ് എന്ന പേര് എഴുതപ്പെട്ടത്. ഇത് തനിക്കായി അവസരം നീക്കിവെച്ച ദൈവകൃപയെന്ന് അഞ്ജു. Everything has a time, and it all happens in God's time. I would want to believe in that. ഇത് പല മാറ്റങ്ങളുടെ ഒരു സമയം. ആ മാറ്റങ്ങൾ ഇവിടെയും റിഫ്ലക്റ്റ് ചെയ്തു. And it was time. അക്കാദമിക തലത്തിൽ പുതിയ നേട്ടങ്ങളിലേക്ക് കലാലയ മുത്തശ്ശിയെ എത്തിക്കണം. ഒരു ഗവേഷണ ഹബ്ബാക്കി മാറ്റണം. മാത്രമല്ല, ലഹരിയും അക്രമവും നിറഞ്ഞ സമൂഹത്തിൽ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം. ഇവയെല്ലാമാണ് അഞ്ജു ശോഷൻ ജോർജിന്റെ പദ്ധതികൾ, സ്വപ്നങ്ങൾ. We need to come together. ഒരു ഇന്റഗ്രേറ്റഡ് റിസർച്ച് ഹബ്ബായിട്ട് കോളേജിനെ കൊണ്ടുവരിക ഓവർ ദ കപ്പിൾ ഓഫ് ഇയേഴ്സ് എന്നുള്ളതാണ് മൈ ലോങ് ടേം വിഷൻ. ആൻഡ് ഐ എം ഹോപ്പിംഗ് തിങ്സ് വിൽ വർക്ക് ടുവേർഡ്സ് ദാറ്റ്. ഏറ്റവും കൂടുതൽ ഇന്നത്തെ ത്രെറ്റ് എന്ന് പറയുന്നത് ഡ്രഗ്സ് ആണ്. അതിൽ നിന്ന് പോസിറ്റീവ് എൻഗേജ്മെൻറ്റ് സ്റ്റുഡൻസിന് കൊടുക്കുക. അത് നമുക്ക് പോസിബിളായി. ഈ വർഷവും അതേപോലെ തന്നെ ക്ലബ്സിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഐ എം ഹോപ്പിംഗ് ത്രൂ ദാറ്റ് വിൽ ബി ഏബിൾ ടു ചേഞ്ച് സ്റ്റുഡൻസ് ഇൻ ടു എ ബെറ്റർ ഫേസ്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ബിരുദവും സ്റ്റെല്ല മാരീസ് കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കിയ പ്രൊഫസർ അഞ്ജു മധുരൈ കാമരാജ് സർവകലാശാലയിൽ നിന്ന് MPhilഉം കേരള സർവകലാശാലയിൽ നിന്ന് PhDയും നേടിയിട്ടുണ്ട്. വൈകല്യ പഠനങ്ങളിലും ഫിക്ഷനിലുമാണ് വൈദഗ്ധ്യം. ജനം, കോട്ടയം. തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ടിലെ 3ാം പാതയ്ക്കായി ഈ സാമ്പത്തിക വർഷം തന്നെ സർവേ നടത്താൻ ദക്ഷിണ റെയിൽവേ. പാസഞ്ചർ ട്രെയിനുകൾ സർവീസ് നടത്തുന്നതിനും വരും വർഷങ്ങളിൽ വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള കണ്ടെയ്നർ നീക്കം സുഗമമാക്കുന്നതിനും വേണ്ടിയാണ് 3ാം പാത എന്ന ലക്ഷ്യത്തിലേക്ക് കടക്കുന്നത്. ഈ റൂട്ടിലെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി തുകയും റെയിൽവേ അനുവദിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ അന്തിമ ലൊക്കേഷൻ സർവേ 2025-26 സാമ്പത്തിക വർഷത്തെ റെയിൽവേ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ടിലെ 3ാം പാതയ്ക്കായി വലിയ പരിഗണനയാണ് റെയിൽവേ നൽകുന്നത്. ഇതിന്റെ ഭാഗമായി ഈ സാമ്പത്തിക വർഷം റെയിൽവേ സർവേ നടത്തും. കൂടുതൽ പാസഞ്ചർ ട്രെയിനുകൾ സർവീസ് നടത്തുന്നതിനും വരും വർഷങ്ങളിൽ വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള കണ്ടെയ്നർ നീക്കം സുഗമമാക്കുന്നതിനുമാണ് നടപടി. പദ്ധതിയുടെ അന്തിമ ലൊക്കേഷൻ സർവേ 2025-26 സാമ്പത്തിക വർഷത്തെ റെയിൽവേ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ റൂട്ടിലെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി തുകയും റെയിൽവേ അനുവദിച്ചു. നിലവിലെ 71 കിലോമീറ്റർ വരുന്ന പാതയിൽ ഒറ്റ ലൈൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരട്ടിപ്പിക്കൽ ജോലികൾ പുരോഗമിക്കുകയാണ്. പാത ഇരട്ടിപ്പിക്കലിനായി ഈ വർഷത്തെ ബഡ്ജറ്റിൽ 1000 കോടി രൂപ റെയിൽവേ അനുവദിച്ചിട്ടുമുണ്ട്. ഇരട്ടിപ്പിക്കൽ പൂർത്തിയായ ഉടൻ തന്നെ 3ാം പാതയുടെ പണി ആരംഭിക്കാനോ അല്ലെങ്കിൽ സമാന്തരമായി 3ാം പാതയുടെ ജോലിയും ആരംഭിക്കാനും പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ റെയിൽവേ ആഗ്രഹിക്കുന്നുണ്ട്. തിരുവനന്തപുരം നാഗർകോവിൽ ജനപ്രിയ റൂട്ടുകളിൽ ഒന്നായതിനാലാണ് റെയിൽവേയുടെ പ്രത്യേക പരിഗണന. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ മുഖ്യപ്രതികളെ പിടികൂടാനാകാതെ പോലീസ്. താമരശ്ശേരി DYSP അന്വേഷണം ഏറ്റെടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രതികൾ ഒളിവിൽ തന്നെയാണ്. പ്രതികൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു.
കൊടുവള്ളി സ്വദേശി അന്നൂസ് റോഷനെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ കേസിലാണ് പ്രധാന പ്രതികളെ ഇനിയും കണ്ടെത്താൻ സാധിക്കാത്തത്. 3 പേരെ കൊടുവള്ളി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും ഇവർ സംഭവത്തിൽ നേരിട്ട് ഉൾപ്പെട്ടവരായിരുന്നില്ലെന്നാണ് കണ്ടെത്തൽ. തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്ത മുഖ്യപ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. ഇവർക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നെങ്കിലും സൂചനകളൊന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നില്ല. കൊടുവള്ളി പോലീസിൽ നിന്നും താമരശ്ശേരി ഡിവൈഎസ്പിക്ക് അന്വേഷണ ചുമതല കൈമാറിയെങ്കിലും നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണെന്നാണ് വിമർശനം. ഹവാല പണമിടപാട് സംഘമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ പങ്കും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. അന്നൂസിനെ മലപ്പുറത്ത് ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞ സംഘത്തിനായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. 2 മാസത്തിനിടെ കൊടുവള്ളി കേന്ദ്രീകരിച്ച് 2 കേസുകളാണ് ഇതിനകം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജനം, കോഴിക്കോട്. കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടി പാലക്കാട് കഞ്ചിക്കോട്ടെ ജനങ്ങൾ. ദിവസവും വൈകിട്ടോടെ കഞ്ചിക്കോട്ടെ വിവിധ ജനവാസ മേഖലകളിൽ എത്തുന്ന കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ്. കൂടാതെ കഴിഞ്ഞ ദിവസം ഒരു പശുവിനെയും കാട്ടാന ആക്രമിച്ചു. തുടർച്ചയായി ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നതിൽ വലിയ ആശങ്കയിൽ കഴിയുകയാണ് പാലക്കാട് കഞ്ചിക്കോട്ടെ ജനങ്ങൾ. കഴിഞ്ഞ ദിവസം കാടിറങ്ങിയ ആന ഒരു പശുവിനെയാണ് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. കഞ്ചിക്കോട് കൊട്ടാമുട്ടി കടുകംപള്ളം സ്വദേശി ആംബ്രോസിന്റെ പശുവിനാണ് കുത്തേറ്റത്. 80,000 രൂപ മുടക്കി 2 ആഴ്ച മുമ്പാണ് ക്ഷീരകർഷകനായ ആംബ്രോസ് പശുവിനെ വാങ്ങിച്ചത്. രാവിലെ പാല് കറന്നതിന് ശേഷം തൊഴുത്തിനു പുറത്ത് പശുവിനെ അഴിച്ച് കെട്ടിയിരുന്നു. പശു കരയുന്ന ശബ്ദം കേട്ട് ആംബ്രോസ് ഓടിയെത്തിയപ്പോഴാണ് കാട്ടാന പശുവിനെ ആക്രമിക്കുന്നത് കാണുന്നത്. ഒച്ചവെച്ചും പാട്ട കൊട്ടിയുമാണ് കാട്ടാനയെ അകറ്റിയത്. കാട്ടാനശല്യം രൂക്ഷമായിട്ടും വനംവകുപ്പ് ഒന്നും ചെയ്യുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. പശുവിനെ അഴിച്ചുവിട്ട സമയത്തായിരുന്നു ആന വന്ന് കുത്തിപ്പരിപ്പേൽച്ചത്. പക്ഷേ നമ്മൾ ക്ഷീരകർഷകരുമായിട്ട് സൊസൈറ്റിയായിട്ട് ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഈ പശുക്കളെ വാങ്ങലും അത് പരിപാലിക്കുന്നതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതുപോലെ ആനശല്യവും കാര്യങ്ങളും വന്ന് അതെന്തെങ്കിലും പോയി നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ആനയ്ക്കോ മനുഷ്യനോ പശുക്കൾക്കോ മനുഷ്യനോ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതിൻ്റെ ഭാഗത്തുനിന്ന് സർക്കാർ മുൻകൈയെടുത്ത് നല്ല രീതിക്ക് നടത്തണം എന്നുള്ളതാണ്. എല്ലാ ഭാഗങ്ങളും എന്ത് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ആരും വരില്ല ഒന്നുമില്ല സംഭവം. നമ്മൾ പേടിച്ചിരിക്കുന്ന സംഭവം എന്ത് ചെയ്യാം? പിന്നെ ആകെ ഇവിടുത്തെ ഒരു ആളെ പോയിട്ട് ആരും വന്നിട്ടുമില്ല. പേപ്പർ ഇട്ടു, പക്ഷെ ആരും വന്നിട്ടുമില്ല. ആകെ ഇപ്പോൾ വരാൻ 2 ദിവസമായി വരാൻ തുടങ്ങി. ഇന്നും വരും, ഉറപ്പായി വരും. അടുത്തടുത്ത് തന്നെ വരുന്നുണ്ട്. എങ്ങനെ വരുന്നൊന്നും പോലും കണ്ടിട്ടില്ല. ചെറുപ്പം തൊട്ട് നമ്മൾ ഇവിടെ ഉള്ളതാണ്, പക്ഷെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ ഇടയായിട്ടാണ് ഈ വന്യജീവികളും പാമ്പ് വരുന്നതൊക്കെ ഇതായിട്ട്. അതേപോലെ ആട്ടോക്കാരെന്നെ ഇപ്പോൾ 6 മണി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നില്ല. റോഡ് മേൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം കഴിഞ്ഞ് ടൗണിൽ പോയാലും പണി വിട്ട് വന്നാലും 6 മണി കഴിഞ്ഞാൽ ഈ ഡ്രൈവേ പാളത്തിൻ്റെ മേൻപാലം വരുന്നതിന് മുമ്പ് വരെയുള്ളവരിപ്പം മേൻപാലം ഉണ്ടാക്കി തന്നിട്ടും താടിക്ക് കൂടി വരാൻ മടിക്കുകയാണ്. 6 മണി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആനയുള്ളതുകൊണ്ട് വരാൻ പറ്റില്ല. പ്രദേശത്ത് വ്യാപകമായി നെല്ലും തെങ്ങും വാഴയും ഉൾപ്പെടെ കൃഷിയും കാട്ടാനകൾ നശിപ്പിക്കുന്നുണ്ട്. ഇനി തങ്ങളെ ആരെങ്കിലും ആന ആക്രമിച്ചാലേ സർക്കാർ ഇടപെടുകയുള്ളൂ എന്നും കർഷകർ ചോദിക്കുന്നു. ജനം, പാലക്കാട്. വിഷു ബമ്പർ നറുക്കെടുപ്പ് തലസ്ഥാനത്ത് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക്. 1-ാം സമ്മാനം നേടുന്ന ഭാഗ്യവാന് കാത്തിരിക്കുന്നത് 12 കോടി രൂപയാണ്. തിങ്കളാഴ്ച വരെ 42 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞത്. മറ്റൊരു റിപ്പോർട്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കശ്മീരിലേക്ക്. 2 ദിവസത്തെ സന്ദർശനത്തിനായി അമിത്ഷാ നാളെ ജമ്മു കശ്മീരിലെത്തും. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള അമിത്ഷായുടെ ആദ്യ കശ്മീർ സന്ദർശനമാണിത്. ഗൗതം ചേരുന്നു വിവരങ്ങളുമായി. ഗൗതം, അമിത്ഷാ കാശ്മീരിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ 2 ദിവസ സന്ദർശനമാണ്. പക്ഷെ അതൊക്കെയും ഓരോ നേതാക്കളും കശ്മീരിലേക്ക് ഇപ്പോൾ പോകുമ്പോൾ അത് ശക്തമായൊരു സന്ദേശം നൽകിക്കൊണ്ടാണ്. എന്താണ് വിവരങ്ങൾ? വീണ, ഭീകരതയ്ക്കെതിരെ ശക്തമായ സന്ദേശം നൽകിക്കൊണ്ട് നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കശ്മീരിലേക്ക് പോകുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമൊക്കെയുള്ള അമിത്ഷായുടെ കശ്മീർ സന്ദർശനം എന്നത് തന്നെയാണ് ഈ 2 ദിവസത്തെ യാത്രയുടെ ഏറ്റവും വലിയ സവിശേഷത. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശ്രീനഗർ കൂടാതെ അദ്ദേഹം ഈ പൂഞ്ച്, അതോടൊപ്പം തന്നെ നൌഷേര തുടങ്ങിയ
അതിർത്തി ഗ്രാമങ്ങൾ കൂടി സന്ദർശിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള കരയുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ പാകിസ്ഥാൻ്റെ വലിയ ഷെല്ലാക്രമണത്തിന് ഇരകളാക്കപ്പെട്ടവരാണ് പൂഞ്ചിലെയും അതോടൊപ്പം തന്നെ നൌഷേരയിലെയും ഒക്കെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ. അതിർത്തിയോട് ചേർന്നുള്ള ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണ് പാക് ഷെല്ലുകൾ വന്ന് പതിക്കുകയും ധാരാളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ ജനങ്ങൾക്ക്, ഗ്രാമവാസികൾക്ക് ആത്മവിശ്വാസം നൽകുക എന്നത് തന്നെയാകും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ യാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന്. നേരത്തെ പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായ നിമിഷം തന്നെ അദ്ദേഹം ജമ്മു കാശ്മീരിലേക്ക് എത്തിയിരുന്നു. പഹൽഗാമിൽ ഈ ഭീകരാക്രമണം ഉണ്ടായ സ്ഥലം ഉൾപ്പെടെ അദ്ദേഹം അന്ന് തന്നെ സന്ദർശിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്യാനായി അദ്ദേഹം ആ സ്ഥലത്തെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അതിനുള്ള തിരിച്ചടി ഭാരതം നൽകിയതിന് ശേഷം പിന്നെ അദ്ദേഹം ഇതാദ്യമായി ജമ്മു കാശ്മീരിലേക്ക് പോകുന്നു. അതും അതിർത്തി ഗ്രാമങ്ങളായിട്ടുള്ള പൂഞ്ച് അതോടൊപ്പം തന്നെ നൌഷേര തുടങ്ങിയ സ്ഥലങ്ങൾ കൂടി സന്ദർശിക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത് കൂടാതെ ശ്രീനഗറിൽ ഉന്നതതല യോഗം വിളിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തും. പ്രത്യേകിച്ച് ചില പ്രത്യേക ഓപ്പറേഷനുകൾ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ പുരോഗമിക്കുകയാണ്. ഇനിയും കശ്മീരിൽ ശേഷിക്കുന്ന മുഴുവൻ ഭീകരവാദികളെയും അമർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഓപ്പറേഷനാണ് ഇപ്പോൾ സൈന്യം ജമ്മു കാശ്മീർ താഴ്വരയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിലയിരുത്തൽ കൂടി ഈ യാത്രയിൽ അമിത്ഷാ നടത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. വീണ. ഓക്കെ, ശരി ഗൗതം. 2 ദിവസം സന്ദർശനത്തിനായാണ് അമിത്ഷാ നാളെ കശ്മീരിലെത്തുക. അതേസമയം നേരത്തെ സൂചിപ്പിച്ചു വിഷു ബമ്പർ നറുക്കെടുപ്പ് ഇന്ന് നടക്കും എന്നുള്ളത്. ഉച്ചയ്ക്ക് 2 മണിക്ക് അറിയാം. ആ ഭാഗ്യവാനെ ഒന്നാം സമ്മാനം നേടുന്ന ആളിന് കിട്ടുന്നത് 12 കോടി രൂപയാണ്. 42 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് തിങ്കളാഴ്ച വരെയുള്ള കണക്കെടുത്താൽ വിറ്റഴിഞ്ഞു പോയിരിക്കുന്നത്. പ്രശാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, ഉച്ചയ്ക്ക് 2 മണിക്ക് ഇന്ന് ആ ഭാഗ്യവാനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് നടക്കും. വിവരങ്ങൾ. വീണ, സംസ്ഥാനത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബമ്പർ ആണ് വിഷു ബമ്പർ എന്ന് പറയാം. 12 കോടി മുതൽ 300 രൂപ വരെ സമ്മാനം ലഭിക്കുന്നൊരു ഭാഗ്യക്കുറിയാണ്. അതിൻ്റെ നറുക്കെടുപ്പിനാണ് എല്ലാവരും ഈ വിഷു ആയതോടുകൂടി തന്നെ എല്ലാവരും വിഷു ബമ്പറിന് കാത്തിരിക്കുന്നവരാണ്. സുദിനം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഇന്ന് ആണ് 2 മണിക്ക് തിരുവനന്തപുരം ഗോർഗി ഭവനിൽ വെച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ്, അതായത് ഈ ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണെന്ന് അറിയുന്നത്. എന്തായാലും വലിയ രീതിയിൽ ഒരു ടിക്കറ്റ് വിൽപ്പന തന്നെ ഇതിൽ നടന്നിട്ടുണ്ട്. ഈ തിങ്കളാഴ്ച വരെ ഒരു കണക്കുകൾ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ 42,17,380 ടിക്കറ്റാണ് വിറ്റഴിഞ്ഞത്. 300 രൂപയാണ് ടിക്കറ്റിൻ്റെ നിരക്കായിട്ട് ഈടാക്കുന്നത്. 300 രൂപ ആണ്. 42 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റഴിക്കുകയും ചെയ്തു. വലിയ രീതിയിലുള്ളൊരു വിൽപ്പനയാണ് നടന്നിരിക്കുന്നത്. 42,17,380 അതാണ് ടിക്കറ്റ് വിറ്റഴിക്കുന്നത്. വലിയ രീതിയിൽ വിറ്റഴിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പിന് വേണ്ടി തന്നെയാണ് മലയാളികൾ എല്ലാവരും കാത്തിരിക്കുന്നത്. ടിക്കറ്റ് വിൽപ്പനയിൽ തന്നെ ഏറ്റവും കൂടുതൽ പാലക്കാടാണ് മുൻപന്തി നിൽക്കുന്നത്. പാലക്കാട് ടിക്കറ്റ് വിറ്റത് 5,22,050 ടിക്കറ്റുകളാണ് വിറ്റഴിച്ചത് പാലക്കാട്. അതോടൊപ്പം തന്നെ രണ്ടാം സ്ഥാനത്ത് പാലക്കാട് വിറ്റഴിച്ചത് 9,21,000 ടിക്കറ്റുകളാണ്. രണ്ടാം സ്ഥാനത്ത് വിറ്റഴിച്ചത് തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയും വലിയ രീതിയിൽ ടിക്കറ്റുകൾ വിറ്റഴിച്ചിട്ടുണ്ട്. 5,22,050 ടിക്കറ്റാണ് തിരുവനന്തപുരത്ത് വിറ്റഴിക്കുന്നത്. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ടിക്കറ്റ് വിൽപ്പനയിലടക്കം വലിയ ഒരു വിൽപ്പനയും നടന്നൊരു ബമ്പറാണ് ഈ വിഷു ബമ്പർ എന്ന് പറയുന്നത്. എന്തായാലും നറുക്കെടുപ്പിനുള്ള ഇനിയൊരു മണിക്കൂറുകൾ മാത്രമാണ്. നമുക്കറിയാം ഈ അവസാന മണിക്കൂർ ചിലപ്പം ആരായിരിക്കും ഭാഗ്യശാലി എന്നൊന്നും നിർണ്ണയിക്കാൻ കഴിയില്ല. അവസാന നിമിഷത്തിലേക്കൊക്കെ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ ടിക്കറ്റിനൊക്കെ ആയിരിക്കും ഭാഗ്യമടിക്കുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുക്കുന്ന ലോട്ടറി സെൻ്ററുകളടക്കം വലിയ തിരക്കുകളും ഉണ്ട്. കഴിഞ്ഞ ദിവസവും രാത്രി വരെയും ഈ ടിക്കറ്റ് എടുക്കാൻ എത്തുന്നവരുടെ ഒരു തിരക്കുമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വരുന്നൊരു മണിക്കൂറുകൾ ഇനി ആ മണിക്കൂറുകളുടെ കാത്തിരിപ്പുകൾ മാത്രമാണുള്ളത്. 12 കോടിയാണ് ഒന്നാം സമ്മാനമായിട്ട് നൽകുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതമാണ് 6 പേർക്ക് നൽകുന്നു. ഇങ്ങനെ വിവിധ രീതിയിൽ 300 രൂപ വരെയുള്ള സമ്മാനങ്ങളാണ് ലോട്ടറി ബമ്പർ ലോട്ടറിയിലൂടെ നൽകുന്നത്. വിഷു ബമ്പറാണ്. ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വിഷു ബമ്പറാണ്. ഏറ്റവും വലിയൊരു സമ്മാനത്തുകയായിട്ട് നൽകുന്നതും 12 കോടി രൂപ സമ്മാനത്തുകയായിട്ട് നൽകുന്ന വിഷു ബമ്പറിൻ്റെ നറുക്കെടുപ്പാണ് ഇനി വരാൻ പോകുന്നത്. മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഓക്കെ, ശരി പ്രശാന്ത്. ജയിലിൽ ആത്മഹത്യാശ്രമം നടത്തിയതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. അഫാൻ മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയെന്നും ഇന്ന് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ സാധ്യതയുണ്ടെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചു.
ദിവസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന അഫാന്റെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ടെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത്. അഫാൻ മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങി. നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്ന് മെച്ചപ്പെട്ടു വരുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ഈ സാഹചര്യത്തിൽ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തിറക്കുവാനുള്ള ശ്രമം നടത്തുമെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചു. ഇന്നത്തെ ആരോഗ്യസ്ഥിതി കൂടി നിരീക്ഷിച്ചുകൊണ്ടാകും വെന്റിലേറ്ററിൽ നിന്ന് അതിതീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുന്നത്. ഈ മാസം 25-ാം തീയതിയാണ് അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. പൂജപ്പുര ജയിലിൽ ആത്മഹത്യാ ശ്രമം നടത്തിയതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ അഫാനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഫെബ്രുവരി 24-ലായിരുന്നു നാടിന് നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം. പിതൃമാതാവ് സൽമ ബിബി, പിതൃസഹോദരൻ ലത്തീഫ്, ലത്തീഫിന്റെ ഭാര്യ സാജിദ, ഇളയ സഹോദരൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെ ചുറ്റിക്കൊണ്ട് അടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ രണ്ടാമത്തെ കുറ്റപത്രം ഇന്നലെ കോടതിയിൽ സമർപ്പിച്ചു. അഫാന്റെ പിതൃസഹോദരൻ അബ്ദുൽ ലത്തീഫ്, ഭാര്യ സാജിദ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് കുറ്റപത്രം. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. നേരത്തെ മുത്തശ്ശി സൽമ ബീബിയെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം പാങ്ങോട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. സഹോദരനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തുകയും അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിലെ കുറ്റപത്രം വെഞ്ഞാറമൂട് പോലീസും ഉടൻ സമർപ്പിക്കും. ജനം, തിരുവനന്തപുരം. കോടതി ഫീസ് വർധനയിൽ ന്യായീകരണവുമായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. ഗവേഷണത്തിനും വിശകലനത്തിനും ശേഷമാണ് കോടതി ഫീസ് പരിഷ്കരിച്ചത്. വിദഗ്ധ സമിതിയുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫീസ് വർധനയെന്നാണ് സർക്കാർ ന്യായീകരണം. 2023-24 സാമ്പത്തിക സർവേ റിപ്പോർട്ട്, ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ 189ാമത് റിപ്പോർട്ട് എന്നിവ പരിഗണിച്ച് സമിതി വിശദമായ പഠനം നടത്തി. ഹൈക്കോടതി രജിസ്ട്രി, ബാർ കൗൺസിൽ ഉൾപ്പെടെ 125 വിഭാഗങ്ങളുമായി സമിതി ചർച്ച നടത്തിയിരുന്നു. 2003-ലാണ് അവസാനമായി കോടതി ഫീസ് പരിഷ്കരിച്ചത്. 2003 മുതൽ 2023 വരെ സംസ്ഥാനത്തെ പ്രതിശീർഷ വരുമാനം 7-ലധികം മടങ്ങ് വർദ്ധിച്ചു. കോടതികൾക്ക് വരുന്ന ചെലവുകൾക്ക് ആനുപാതികമായി ഫീസ് ഈടാക്കേണ്ടതിന്റെ പ്രാധാന്യം സുപ്രീം കോടതിയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്നും ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന്റെ ഹർജി നിലനിൽക്കുന്നതല്ലെന്നും സർക്കാർ സത്യവാങ്മൂലത്തിൽ അറിയിച്ചു. മഴക്കാലമാണ്. മഴയുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ 3 മാസത്തെ മാത്രം കണക്കെടുക്കാം. 71% അധിക മഴയാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ ഇനി കാലവർഷം തുടങ്ങിയ ഈ ജൂൺ മാസത്തിൽ എത്ര മഴ പ്രതീക്ഷിക്കുന്നു എന്ന് ചോദിച്ചാൽ 100% അധിക മഴ, അതായത് സാധാരണ കിട്ടുന്നതിൻ്റെ ഇരട്ടി മഴ, 100% ഇരട്ടി മഴ ലഭിക്കും എന്നുള്ളതാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടറാണ് ഈ വിഷയം അറിയിച്ചിരിക്കുന്നത്. കാലവർഷം ഇതേ രീതിയിൽ തുടർന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കേരളം ഒരു പ്രളയ സമാന സാഹചര്യത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുമാണ് മുന്നറിയിപ്പ്. പ്രശാന്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, നമ്മൾ കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് ഇതിനു മുൻപ് അപ്രതീക്ഷിതമായി വന്നൊരു പ്രളയം കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ നേരിട്ട് ഉള്ള അനുഭവമുണ്ട്. ഇതിപ്പോൾ നമുക്ക് വ്യക്തമായി ഒരു മുന്നറിയിപ്പ് തന്നെ ലഭിച്ചിരിക്കുന്നു. നേരത്തെ ഇപ്പോൾ ഈ വേനൽ മഴ അടക്കമുള്ള വിവിധ ന്യൂനമർദ്ദങ്ങളും ഒക്കെ ചേർന്നാണ് ഈ 71% അധിക മഴ ഇപ്പോൾ തന്നെ ലഭിച്ചിരിക്കുന്നത്. വരുന്ന കാലവർഷം ഇതേ രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ ഈ 100% മഴ അധികം ലഭിക്കാനുള്ള സാധ്യത. അപ്പോൾ ആദ്യം അറിയേണ്ടത് ഈ കാലവർഷം ഇതേ രീതിയിൽ തുടരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഈ 100% അധിക മഴ ലഭിച്ചാൽ അതിനെ എങ്ങനെ നേരിടാൻ ഉദ്ദേശിക്കുന്നു എന്നുകൂടി അറിയേണ്ടിയിരിക്കുന്നു. ഒരു കണക്ക്, ആ 3 മാസക്കാലത്തെ കണക്കുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വേനൽമഴ പതിവിലും അധികമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നു. 299.7 മില്ലിമീറ്റർ നമുക്ക് ലഭിച്ചിരിക്കുന്നു. 299.7 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് ലഭിച്ചത് 512.4 മില്ലിമീറ്ററാണ്. ഇത് 71% അധിക മഴയാണ് സംസ്ഥാനത്ത് ഇത്തവണ വേനൽ മഴയായി ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല, കാലവർഷമാണെങ്കിൽ 8 ദിവസം മുമ്പ് നേരത്തെ എത്തി. 2009 ശേഷമാണ് ഇത്രയും ഇങ്ങനെ നേരത്തെ മഴ എത്തുകയും ചെയ്തത്. അങ്ങനെ കാലവർഷം കൂടി നേരത്തെ എത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ 5 ദിവസം, കാലവർഷം എത്തിയതിനു ശേഷമുള്ള 5 ദിവസവും മഴ ശക്തമായിട്ട് പെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ സംസ്ഥാനം കടന്നു പോകുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ജൂൺ മാസത്തിൽ ലഭിക്കാനുള്ള മഴയുടെ ഒരു കണക്കുകളാണ് ഇപ്പോൾ പറയുന്നത്. 100% അധിക മഴ ജൂൺ മാസത്തിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഈ സമയത്ത് പെയ്യുന്ന ആ മഴയുടെ ഒരു കണക്ക് പ്രകാരമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഇങ്ങനത്തെ സ്ഥിതി, ഇതേ രീതിയിലുള്ള സ്ഥിതി തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 100% അധിക മഴ സംസ്ഥാനത്ത് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്ത് അങ്ങനൊരു മഴയാണ് ലഭിക്കുന്നതെങ്കിൽ, അതായത് ഈ ഒരു സ്ഥിതി തുടരുകയാണെങ്കിൽ ആശങ്കാജനകമായിട്ടൊരു സ്ഥിതിയായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. അതായത് ആശങ്കാജനകമെന്ന് പറയുമ്പോൾ അതിൽ പറയുന്നതോടൊപ്പം തന്നെ, അതായത് പ്രളയ സമാനമായ സാഹചര്യം നേരിടാൻ സംസ്ഥാനം തയ്യാറായിരിക്കണമെന്നൊരു മുന്നറിയിപ്പാണ് ഇതിൽ നൽകുന്നത്. ഇതിലൊരു മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ നിലയിൽ നിന്നും നിലവിലെ ഒരു അവസ്ഥ പ്രകാരം പറയുകയാണ്, ചിലപ്പോൾ കാലവർഷം ഇടയ്ക്കൊന്ന് നിൽക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് ദിവസം നിൽക്കുകയും അതിനുശേഷം വീണ്ടും തുടരുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സാഹചര്യം അത്ര കണ്ട് ബാധിക്കുകയില്ല. എന്നാൽ
കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തുടരുന്നൊരു സാഹചര്യം ഉണ്ടായി. തുടർച്ചയായി മഴ ഈ സമാനമായ രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ അതൊരു ആശങ്കാജനകമായിട്ട് നിൽക്കുകയും ചെയ്യും. കാരണം പിന്നീട് ഉണ്ടാകുന്ന നമുക്കറിയാം ജലനിരപ്പടക്കം ഉയരുന്ന സാഹചര്യം ഉണ്ടാകും. ഇവിടുത്തെ നമ്മുടെ മഴയെ ആശ്രയിക്കുന്നത് മാത്രമല്ല ഈ കേരളത്തിൻ്റെ തന്നെ വടക്കൻ മേഖലയിലേക്ക് വരുമ്പോൾ കർണാടകത്തിൽ പെയ്യുന്ന മഴയും ഇവിടെ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ കബനി അടക്കമുള്ള നദികളുടെ ജലനിരപ്പ് ഉയരുന്നത് കർണാടകത്തിൽ പെയ്യുന്ന മഴയുടെ കണക്കൂടി അനുസരിച്ചായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിൻ്റെ മധ്യമേഖലയായാലും ശരി, തെക്കൻ മേഖലയായാലും ശരി, കിഴക്കൻ മേഖലയായാലും ശരി, ഈ മഴ തുടർച്ചയായി ഇങ്ങനെ തന്നെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് പ്രളയ സമാനമായ രീതിയിലേക്ക് എത്തും എന്നൊരു കണക്ക് കൂടലാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത്. ഡയറക്ടറുമായി സംസാരിക്കുന്ന സമയത്തും ഇത് തന്നെയാണ് അവരും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയപ്പെടുത്തുന്ന രീതിയിലല്ലെങ്കിൽ പോലും ഒരു ജാഗ്രത നമുക്ക് കൈവിടാൻ പാടില്ല എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിന് വേണ്ട സജ്ജീകരണങ്ങൾ, ഇങ്ങനെയൊരു സാഹചര്യം വന്നു ചേരുകയാണെങ്കിൽ അതിന് വേണ്ട സജ്ജീകരണങ്ങൾ തയ്യാറാക്കണം. ദുരന്ത നിവാരണ അതോറിറ്റി അടക്കമുള്ളവർ ഈ പ്രയാസമാനമായ ഒരു സാഹചര്യത്തെ തരണം ചെയ്യുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പാടാക്കണം, അല്ലെങ്കിൽ മുൻകരുതലുകൾ നടപ്പിലാക്കണമെന്നൊരു അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് പറയുന്നത്. ഇതിന് മാറ്റം വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ മഴകൾ പ്രവചനാതീതമായതുകൊണ്ട് തന്നെ ഇതിന് മാറ്റം വരാൻ സാധ്യതയുണ്ട്. നിലവിലെ സാഹചര്യം പറയുകയാണെങ്കിൽ ഇതാണ് പറയുന്നത്. എന്തായാലും മഴ ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണുള്ളത്. ഇന്ന് തലസ്ഥാന ജില്ലയിൽ മാത്രം ഇന്ന് ഒരു രാവിലെ മുതൽ മഴയിൽ അല്പശമനമുണ്ടെങ്കിൽ പോലും മറ്റ് ഇടങ്ങളിലെല്ലാം, അതായത് മലയോര മേഖലകളിലൊക്കെ മഴ പെയ്യുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്നും ജാഗ്രതാ നിർദ്ദേശം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പല ജില്ലകൾക്കും ജാഗ്രതാ മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രാദേശിക ഭരണകൂടങ്ങൾ, ജില്ലാ ഭരണകൂടങ്ങൾ അവധി അടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും നാളെയും മഴ ശക്തമാകുമെന്ന ഒരു കണക്കുകൂട്ടലാണ് എന്തായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഇന്ന് 2 ജില്ലകൾക്കാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട്, വയനാട് ജില്ലകൾക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പായിട്ട് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റു ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇങ്ങനെ വിവിധ ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാളെയും മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ടെന്നും വിവിധ ജില്ലകൾക്കടക്കം മഴ മുന്നറിയിപ്പ് അടക്കം നൽകിയിട്ടുമുണ്ട്. ഏതായാലും മഴ വരും ദിവസങ്ങളിൽ ശക്തമാകുമെന്ന മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്തേക്ക് വരുവാണെങ്കിൽ തലസ്ഥാനത്ത് ഇന്നത്തെ ഒരു പകൽ ഒരു ആശ്വാസമുണ്ടെങ്കിൽ പോലും ഉച്ചയ്ക്ക് ശേഷം മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പുമുണ്ട്. അതായത് വരും മണിക്കൂറുകളിൽ ചിലപ്പോൾ മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മുൻകരുതൽ നടപടികൾ വേണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടങ്ങൾക്കടക്കം നിർദ്ദേശമുള്ളത്. മലയോര മേഖലകളായാലും ശരി, തീരദേശ മേഖലകളായാലും ശരി, ജാഗ്രത കൈവിടാൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ട്. ഉരുൾപൊട്ടൽ മേഖലകളിൽ താമസിക്കുന്നവർ അവർ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയും പറയുന്നുണ്ട്. അതോടൊപ്പം തീരദേശ മേഖലകളിലുള്ളവരും ജാഗ്രത പാലിക്കണം. കടൽക്കയറ്റത്തിന് സാധ്യതയുണ്ട്, കടൽ പ്രതിഭാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം കൂടി സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ജാഗ്രത കൈവിടാൻ പാടില്ല എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മത്സ്യബന്ധനത്തിന് പോകുന്നവരടക്കം ഈ ജാഗ്രത പാലിക്കണം എന്നതടക്കം നിർദ്ദേശമുണ്ട്. അതോടൊപ്പം തന്നെ ടൂറിസം മേഖലയിലടക്കം കടലോര മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ടൂറിസം മേഖലകളിൽ എത്തുന്നവർക്കും സഞ്ചാരികളടക്കം, വിനോദസഞ്ചാരികളടക്കം ഇത് ഈ കടലിലേക്ക് ഇറങ്ങാൻ പാടില്ല, ഉയർന്ന തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതടക്കമുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. കാലവർഷം വന്നതിന് ശേഷം ഈ കഴിഞ്ഞ 5 ദിവസം സംസ്ഥാനത്ത് ശക്തമായി മഴ ലഭിക്കുകയും ചെയ്തു. തുടർന്നുള്ള ദിവസങ്ങളിലും മഴ കനക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. വീണ. ഓക്കെ, ശരി പ്രശാന്ത്. അതേസമയം പ്രശാന്ത് സൂചിപ്പിച്ചിരുന്നു, ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. അതേസമയം കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. നമുക്കറിയാം, അത് ഈ കാലവർഷം തുടങ്ങുന്നതിന് മുൻപ് തന്നെ, ന്യൂനമർദ്ദം രൂപപ്പെട്ട സമയത്ത് തന്നെ വടക്കൻ ജില്ലകളിൽ റെഡ് അലേർട്ട് നിലനിന്നിരുന്നു. കോഴിക്കോട്, വയനാട്, ഇടുക്കി ജില്ലയിൽ കൂടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പുഴയോരങ്ങളിൽ കഴിയുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പ്രത്യേകമായി പറയുന്നു. കാരണം ഡാമുകളൊക്കെ നിറഞ്ഞു കവിയുന്നൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ഡാമുകൾ തുറന്നു വിടാനുള്ള സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി അറിയിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് റവന്യൂ മന്ത്രി. എങ്കിൽ പോലും അക്കാര്യത്തിൽ ഒരു ജാഗ്രത ഉണ്ടായിരിക്കണം എല്ലാവർക്കും എന്നുള്ളതാണ്. നമുക്ക് വിശദാംശങ്ങൾ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് നിന്ന് ഗോകുലും വയനാട് നിന്ന് അർജുനുമാണ് ചേരുന്നത്. ഗോകുലിലേക്ക് പോകാം. ഗോകുൽ, കോഴിക്കോട് ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ട് നിലനിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം റെഡ് അലേർട്ട് നിലനിന്നിരുന്ന ഒരു ജില്ല കൂടിയാണ് കോഴിക്കോട്. അപ്പോൾ മഴക്കെടുതികൾ ഇതിനോടകം തന്നെ എത്രത്തോളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഇന്ന് വീണ്ടും റെഡ് അലേർട്ട് നിലനിൽക്കുമ്പോൾ മുന്നറിയിപ്പുകൾ, മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്? വീണ,
ഇന്നും കോഴിക്കോട് റെഡ് അലർട്ട് തന്നെയാണ്. മദ്രസകളും അംഗനവാടികളും ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ ഭരണകൂടം അവധി നൽകിയിട്ടുണ്ട്. നാശനഷ്ടങ്ങളുടെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 4 ദിവസത്തിനിടയിൽ 1.85 കോടി രൂപയുടെ നാശനഷ്ടം KSEBിക്ക് മാത്രം ഉണ്ടായി എന്നുള്ളതാണ് KSEBിയുടെ വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ പാലങ്ങൾ തകർന്നിട്ടുണ്ട്, റോഡുകൾ തകർന്നിട്ടുണ്ട്, വീടുകളുടെ പുറകിലേക്ക് മണ്ണിടിഞ്ഞു വീണും വീടുകളുടെ മുകളിൽ മരങ്ങൾ വീണുമൊക്കെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കണക്കാക്കുകയാണെങ്കിൽ 7 കോടിക്ക് മുകളിലേക്കൊക്കെ നാശനഷ്ടത്തിന്റെ കണക്ക് വരുമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് 4 ദിവസവും കോഴിക്കോട് ജില്ലയിൽ റെഡ് അലർട്ട് ആണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ ഒരു മഴ കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മലയോര മേഖലയിലായാലും നഗരപ്രദേശങ്ങളിലായാലും കഴിഞ്ഞ ദിവസം ഈ മഴയൊന്ന് മാറി നിന്നൊരു സാഹചര്യമാണുള്ളത്. എങ്കിലും മലയോര മേഖലകളിൽ ഇടവിട്ടുള്ള മഴ തുടരുകയാണ്. അതിനാൽ തന്നെ കോരപ്പുഴ, ഇരവഴിഞ്ഞിപ്പുഴ, ചെറുപുഴ തുടങ്ങിയ പുഴകളിൽ വെള്ളം കരകവിഞ്ഞൊഴുകുന്നുണ്ട്. ഈ പുഴയുടെ കരകളിൽ താമസിക്കുന്ന ആളുകളോട് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 4 ദിവസത്തെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കുറവായി മഴയോ കാറ്റോ ഒക്കെ വീശിയൊരു രാത്രിയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു പോയതെങ്കിലും 60ഓളം വീടുകൾക്ക് മൊത്തത്തിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. മഴ മാറി നിന്നിട്ടുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. കരിങ്കൽ ഖനനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്, കടലിലേക്ക് ഇറങ്ങുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്, വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ അടഞ്ഞുകിടക്കുകയാണ്, വെള്ളച്ചാട്ടങ്ങളിലേക്കൊന്നും ഇറങ്ങരുത് എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അതാണ് പറഞ്ഞത്. മഴയ്ക്ക് ശമനമുണ്ടെങ്കിൽ കൂടിയും റെഡ് അലർട്ട് കോഴിക്കോട് ജില്ലയിൽ തുടരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. മലയോര മേഖലകളിൽ ഇടവിട്ടുള്ള മഴ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ നഗരമേഖലകളിലൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം ഉയർന്നു നിന്നിരുന്നെങ്കിലും ഇപ്പോൾ അല്പാൽപമായി വെള്ളം കുറയുന്ന, അല്ലെങ്കിൽ റോഡുകളൊക്കെ വീണ്ടും ഗതാഗത യോഗ്യമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, ജാഗ്രതാ നിർദ്ദേശം തുടരുന്നു. മഴ പെയ്യാനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. കഴിഞ്ഞ ദിവസം തുടർച്ചയായി മഴ പെയ്തില്ല എന്നുള്ളത് കൊണ്ട് മഴ പൂർണ്ണമായും കോഴിക്കോട് ജില്ലയിൽ നിന്ന് വിട്ടു പോയി എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. കനത്ത ജാഗ്രത തന്നെ ജില്ലയിൽ തുടരുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഇന്നും അടഞ്ഞു കിടക്കുകയാണ്. ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ എല്ലാ സ്ഥാനത്തും തുടരുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 4 ക്യാമ്പുകളാണ് ഇതിനോടകം തുറന്നിട്ടുള്ളത്. കോഴിക്കോട് താലൂക്കിൽ 2, കൊയിലാണ്ടിയിൽ 1, വടകരയിൽ 1 എന്നിങ്ങനെ 4 ക്യാമ്പുകളിലായിട്ട് ഏകദേശം 44 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 151ഓളം ആളുകൾ ഈ ക്യാമ്പുകളിലായി കഴിയുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ വിലങ്ങാട് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ കഴിഞ്ഞ വർഷം ഉണ്ടായ ഉരുൾപൊട്ടലിൽ പലതരത്തിലുള്ള അപകടങ്ങൾ പറ്റിയ ആളുകൾ ഇന്ന് വില്ലേജ് ഓഫീസ് ഉപരോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ അവർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചിരുന്നു. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലം സന്ദർശിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു വില്ലേജ് ഓഫീസ് ഉപരോധിച്ചത്. തഹസീൽദാരുമൊക്കെയായി നടത്തിയ ചർച്ചയിൽ ഇന്നലെ ജില്ലാ കളക്ടർ അവിടെ എത്തുമെന്നും ഈ ദുരിതബാധിതരുമായി ചർച്ച നടത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതുണ്ടായില്ല. ജില്ലാ കളക്ടർ സ്ഥലത്തെത്താത്തിനെ തുടർന്ന് ഇന്ന് വീണ്ടും അവർ വില്ലേജ് ഓഫീസ് ഉപരോധിക്കാനുള്ള തീരുമാനമുണ്ട്. ഈ കാലവർഷക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള സമരങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് കോഴിക്കോട് ജില്ലയിൽ നിന്നും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വീണ, അതേസമയം ഗൂഗിൾ ഓരോ മഴക്കാലത്തിന് ശേഷവും നമുക്കറിയാം വലിയ പകർച്ചവ്യാധികളിലേക്കൊക്കെ പോകുന്നത്, പ്രത്യേകിച്ച് ഈ നഗരപ്രദേശം കേന്ദ്രീകരിച്ചൊക്കെ എലിപ്പനി, ഡെങ്കിപ്പനി പോലെയുള്ള പനികളൊക്കെ വലിയ രീതിയിൽ പടർന്നു പിടിക്കുന്നതായി ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നമുക്ക് റിപ്പോർട്ടുകളുണ്ട്. പനി ബാധിതരുടെ എണ്ണം കൂടുന്നു എന്നുള്ള റിപ്പോർട്ട് കൂടുതലായി വരുന്നു. കൊതുക് നശീകരണം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ എത്രത്തോളം ശ്രദ്ധ നഗരസഭയടക്കം സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമല്ല. അതുമായി ബന്ധപ്പെട്ട് ഈ നഗരപ്രദേശങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി എന്താണ്? ഒരു വാർഡിന് 75,000 രൂപ എന്ന നിരക്കിലായിരുന്നു ഈ മഴക്കാലപൂർവ്വ ശുചീകരണത്തിനായി മാറ്റിവെച്ചിട്ടുള്ളത്. അത് എല്ലാ വാർഡുകളിലേക്കും അനുവദിക്കാത്തത് മൂലമുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പണം തികയാത്തൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസമാണ്, അതായത് കോഴിക്കോട് ജില്ലയിൽ മഴ വരികയും റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്തതിനു ശേഷം മാത്രമാണ് കഴിഞ്ഞ ദിവസം ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ, മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മണ്ഡലമാണ് ബേപ്പൂർ നിയോജക മണ്ഡലം, ആ നിയോജക മണ്ഡലത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിനായി ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നത്. കോഴിക്കോട് ജില്ലയിൽ മഴ റിപ്പോർട്ട് ചെയ്യപ്പെടുക, പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുക എന്നതിന് ശേഷമാണ്. അതായത് നമുക്കറിയാം 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കുറച്ച് നേരത്തെ 8 ദിവസം നേരത്തെ ഈ വർഷകാലം വരുന്നത്. ഇത് മുൻകൂട്ടി കാണാനോ അതിനു വേണ്ടിയിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനോ ഒന്നും ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മഴത്തുള്ളി കിലുക്കം എന്ന പേരിലായിരുന്നു കോഴിക്കോട് കോർപ്പറേഷൻ ഈ മഴക്കാലപൂർവ്വ ശുചീകരണമൊക്കെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. എന്നാൽ പലയിടത്തും അത് വിജയിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. പല കൗൺസിലർമാരും പരാതികൾ പറയുന്നുണ്ട്. 75,000 രൂപ മതിയാവാത്ത
പോകാത്തൊരു സാഹചര്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രാഥമിക നടപടികൾ പോലും സ്വീകരിക്കാത്ത ഒരു അവസ്ഥയുണ്ട്. ഓടകളൊക്കെ അടഞ്ഞു കിടക്കുന്നു, വെള്ളം പോവാനുള്ള നീർച്ചാലുകളൊക്കെ അടഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിനാൽ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്നു. നമ്മൾ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ രോഗികളുടെ ഒരു നീണ്ട നിര കാണാൻ വേണ്ടി സാധിക്കും. എത്തുന്ന രോഗികൾക്ക് കിടക്കാൻ ബെഡില്ലാത്ത അവസ്ഥകളൊക്കെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. മഴക്കാല പൂർവ്വ ശുചീകരണം പൂർണ്ണമായിട്ടും താളം തെറ്റിയ അവസ്ഥയാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. എലിപ്പനി, ഡെങ്കിപ്പനി ആയാലും മറ്റു പകർച്ചവ്യാധികളുടെയൊക്കെ എണ്ണം ഓരോ ദിവസവും വലിയ അളവിൽ വർദ്ധിച്ചു വരുന്ന ഒരു കാര്യമാണ്. മഴക്കാലം അല്ലെങ്കിൽ തന്നെ പകർച്ചവ്യാധികളൊക്കെ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിനോ കോർപ്പറേഷനോ ഒന്നും സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതിന്റെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഇവിടെ അനുഭവിക്കുന്നുമുണ്ട്. വീണ. ശരി ഗോകുൽ, അതേസമയം നമുക്കിനി വയനാട്ടിലേക്ക് പോകാം. വയനാട്ടിൽ നിന്ന് അർജുൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അർജുൻ, വയനാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ഒരു ഭീതിപ്പെടുത്തുന്ന ഓർമ്മകളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ മുന്നൊരുക്കങ്ങൾ അവിടെ സ്വീകരിച്ചിരുന്നു, ആളുകൾ സ്വമേധയാ തന്നെ എടുത്തിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ എങ്കിൽ പോലും ഈ മഴ മാറി നിൽക്കുമ്പോൾ ഇവർ ഈ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതോ അല്ലെങ്കിൽ ജാഗ്രത കുറയുന്നതോ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റെഡ് അലേർട്ട്, ഒരുപക്ഷെ കാലാവസ്ഥ മഴയില്ലെങ്കിൽ പോലും റെഡ് അലേർട്ട് നിലനിർത്തുന്നതും അതുകൊണ്ടാകണം. എത്രത്തോളം ജാഗ്രതയുണ്ട് അവിടെ? തീർച്ചയായും വീണ, കഴിഞ്ഞ തവണ ഒരു ദുരന്തം നടന്നപ്പോൾ തന്നെയും നേരത്തെ തന്നെ ജനങ്ങളോട് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചതാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അപായ സിഗ്നൽ നേരത്തെ തന്നെ ഈ പ്രദേശത്ത് നൽകിയിരുന്നു. തുടർന്ന് കുറച്ച് ആളുകളൊക്കെ ആ പ്രദേശത്ത് നിന്ന് മാറിയിരുന്നെങ്കിലും പിന്നീട് ആളുകൾ മാറാത്ത സ്ഥിതിവിശേഷം വരികയും ആ ഒരു ചൂരന്മല എന്ന ഭാഗത്ത് പിന്നീട് ഉരുൾപൊട്ടി 3 വാർഡുകളാണ് ഒലിച്ചു പോയത്. നിരവധി പേരാണ് ആ ഒരു 400ഓളം പേർ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അപകടം വയനാടിനെ സംബന്ധിച്ചോളം കഴിഞ്ഞ വർഷം ഉണ്ടായി. ആ ഒരു അപകടം ഉണ്ടാകാതിരിക്കുക അല്ലെങ്കിൽ ആ ഒരു ദുഃഖം ഉണ്ടാകാതിരിക്കുക എന്നുള്ള ഒരു അത്തരത്തിൽ ഒരു നടപടിയിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടം നീങ്ങുന്നത്. സ്വാഭാവികമായും ജനങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു സ്വയം തന്നെ തങ്ങൾ ഒരു ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഇവിടെയൊക്കെ ഉണ്ട്. അതായത് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ദുരന്തം ഉണ്ടാകരുത് എന്നുള്ളത് വയനാട്ടുകാരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സ്വന്തം ആ പ്രദേശത്ത് നിന്ന് മാറി താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം വയനാട്ടിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ വരുന്ന ടൂറിസ്റ്റുകളോടൊക്കെ ഇനി വയനാട്ടിലേക്ക് കുറച്ചു കാലത്തേക്ക് വരരുത് എന്നുള്ള ഒരു നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇത്തരത്തിലുള്ള ടൂറിസം കേന്ദ്രങ്ങളൊക്കെ അടച്ചിടുന്ന ഒരു സാഹചര്യമുണ്ട്. ക്വാറികളൊക്കെ വയനാട്ടിലെ ക്വാറികളെല്ലാം നിർത്തണമെന്നും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ക്വാറികൾ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ വീണ പറഞ്ഞതുപോലെ തന്നെ മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുവാൻ കാരണം അത് തന്നെയായിരിക്കാം. കാരണം കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം വേണ്ട സ്ഥലമാണ് വയനാട് എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഒരു അളവിൽ കൂടുതൽ മഴ പെയ്തു കഴിഞ്ഞാൽ അത് ഈ ഉയർന്ന പ്രദേശങ്ങളിൽ കെട്ടി നിൽക്കുകയും തുടർന്ന് പിന്നീട് അത് തള്ളുകയും ചെയ്യും. ആ തള്ളുമ്പോഴാണ് ഈ കല്ലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വെള്ളവും അടക്കം ഒന്നിച്ചു വരിക, ചെളിയും അടക്കം ഒന്നിച്ചു വരിക. അത് വലിയ ഒരു ഉരുളായി മാറി ഒരു പ്രദേശത്തെ ആകെ വിഴുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായും പ്രാഥമികമായിട്ടും കൃത്യമായി തന്നെ നോക്കേണ്ടത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് അടക്കം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനെ തന്നെയും ഭയപ്പെടേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ജനങ്ങളോട് പറയുവാനുള്ളത്. ഭയപ്പെടേണ്ടത് ആവശ്യമില്ല, ജാഗ്രത മാത്രം മതി എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അടക്കം പറയുന്നത്. ഇന്ന് മാനന്തവാടി ഭാഗത്ത് ഈ ഒരു 2-3 ദിവസത്തിനുള്ളിൽ 13 വീടുകൾ ഭാഗികമായി തകർന്നു. ഒരു വീട് പൂർണ്ണമായും തകർന്നതായും നമുക്ക് റിപ്പോർട്ടുണ്ട്. ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടം ഇപ്പോൾ നമുക്ക് അറിയിച്ചിട്ടുള്ളത് ഇത്തരത്തിലാണ്. മാത്രമല്ല 242.74 ഹെക്ടർ ഭൂമി, ഭൂമിയിലെ കൃഷി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ജില്ലയിലാകെ 18 ക്യാമ്പുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇന്ന് രാവിലെ 1-2 ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ആകെ 693 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതിൽ സുൽത്താൻ ബത്തേരി താലൂക്കിൽ 8 ക്യാമ്പും മാനന്തവാടി താലൂക്കിൽ 2 ക്യാമ്പുകളുമാണ് ആരംഭിച്ചത്. പിന്നീട് ക്യാമ്പിലേക്ക് ആളുകൾ വരുന്നത് സ്വമേധയാണോ അതോ അവരെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാൻ അതത് ഭരണകൂടങ്ങൾ തയ്യാറാകുന്നതാണോ? കാരണം നമുക്കറിയാം ഇതിനു മുൻപ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ ഇടങ്ങൾ അല്ലെങ്കിൽ ഈ വെള്ളപ്പൊക്കം ഉണ്ടായ ഇടങ്ങൾ അങ്ങനെ പലതരത്തിൽ മഴ ബാധിച്ച പ്രദേശങ്ങളിൽ നിന്നായിരിക്കുമല്ലോ ആളുകൾ ഇങ്ങോട്ട് മാറ്റുന്നുണ്ടാവുക. അത് ആളുകൾ സ്വമേധയാ എത്തുന്ന സാഹചര്യം കൂടിയുണ്ട്. അത് മാത്രമല്ല പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ള സ്ഥലങ്ങൾ എന്ന രീതിയിൽ ഐഡന്റിഫൈ ചെയ്ത് അവിടെ നിന്നും മാറ്റുന്ന രീതിയൊക്കെ ഉണ്ടോ?
തീർച്ചയായും വേണം. ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ പ്രശ്നബാധിത സ്ഥലങ്ങളായിട്ട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അത് ചെമ്പ്ര അടക്കമുള്ള സ്ഥലങ്ങൾ കഴിഞ്ഞ തവണ തന്നെ ചെറിയ വിള്ളലൊക്കെ കണ്ടിരുന്ന ഒരു സ്ഥലങ്ങളാണ്. പക്ഷെ അത് പേടിക്കാനുള്ളതല്ല. ഒരു ജാഗ്രത എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഈ പ്രദേശത്ത് നിന്നും ആളുകളോട് മാറിപ്പോകാൻ പറഞ്ഞത്. അത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ മാനന്തവാടി അതുപോലെ തന്നെ പനമരത്തൊക്കെ പെട്ടെന്ന് തന്നെ വെള്ളം പെട്ടെന്ന് തന്നെ കയറുന്ന സ്ഥലമാണ്. ഈ വെള്ളം കയറുന്ന പെട്ടെന്ന് ഈ റോഡൊക്കെ മൂടുന്ന സ്ഥലമാണ്. ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. സ്വമേധയാ ആളുകൾ ഇപ്പോഴും പോകുവാൻ ചിലവരൊക്കെ മടിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എന്തിനാ തന്നെയും കുറെ ആളുകളെയൊക്കെ ഇവിടെ ഈ പ്രദേശങ്ങളിൽ നിന്ന് മാറ്റി താമസിപ്പിക്കാൻ ജില്ലാ ഭരണകൂടത്തിനായിട്ടുണ്ട്. സ്വാഭാവികമായും കഴിഞ്ഞ തവണത്തെ പോലുള്ള വലിയൊരു ദുരന്തം ഇനി വയനാട്ടിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരിക്കലും ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം ഇല്ലാതിരിക്കുവാൻ വേണ്ടി വലിയ രീതിയിലുള്ള ഒരു മുൻകരുതലാണ് വയനാട് ജില്ലയിൽ എടുത്തിട്ടുള്ളത്. ജനങ്ങളടക്കം ഒന്നാകെ തന്നെ അവർ ഈ ഒരു കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് തങ്ങൾ സ്വമേധയ പലരും ഈ ക്യാമ്പുകളിലേക്ക് മാറുവാൻ സന്നദ്ധ അറിയിച്ചതായിട്ടുള്ളത് അടക്കമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വീണ. ഓക്കെ, ശരി. അർജുനും ഗോകുലുമാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം കോഴിക്കോട് വയനാടും റെഡ് അലർട്ട് നിലനിൽക്കുന്നത് കൊണ്ട് കൂടുതലായി ആ ജില്ലകളിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. ഇടുക്കി ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. അത് പ്രത്യേക സുരക്ഷ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മലയോര പ്രദേശങ്ങൾ കൂടുതലായി ഉള്ള ഇടം എന്ന രീതിയിൽ. അതേസമയം കാലാവസ്ഥ ഇന്നിപ്പോൾ മിക്ക ജില്ലകളിലും മഴ അല്പം പിൻവാങ്ങി നിൽക്കുന്നതായാണ് കാണുന്നത്. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചതുപോലെയുള്ള കനത്ത മഴ ലഭിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഒറ്റപ്പെട്ട മഴ പലയിടങ്ങളിലും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മുന്നറിയിപ്പുകൾ കൃത്യമായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. അർജുൻ വയനാട് എന്നുള്ള വിവരങ്ങൾ പറഞ്ഞു നിർത്തിയപ്പോൾ ഏറ്റവും അധികം പറഞ്ഞത് ഈ മഴക്കെടുതി സംബന്ധിച്ച് ഈ കാലവർഷം എത്തിയതോടെ വയനാട്ടിലെ കർഷകർ എത്രത്തോളം പ്രതിസന്ധിയിലായി എന്നുള്ളതാണ്. 2 ദിവസം മുമ്പുള്ള കനത്ത മഴയിലും കാറ്റിലും നിരവൽപ്പുഴ സ്വദേശിയുടെ 1500ഓളം വാഴകളാണ് ഒടിഞ്ഞു വീണത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് അദ്ദേഹം പറയുന്നു. നാളുകൾ നീണ്ട പ്രയത്നമാണ് ഒരു രാത്രി കൊണ്ട് ഇല്ലാതായത്. നട്ടവാഴകളിൽ ഒരെണ്ണം പോലും അവശേഷിക്കാതെ മുഴുവനും നശിച്ചു. വളമിട്ടതും പരിചരിച്ചതും എല്ലാം കൂടി 4 ലക്ഷം രൂപയാണ് ചെലവായത്. ഓരോ ദിവസത്തെ അധ്വാനം വേറെയും. ഇന്നലെ ഉണ്ടായ ശക്തമായ കാറ്റിനും മഴയ്ക്കും, കാറ്റിന് 9 മണിക്ക് ശേഷം ഉണ്ടായ കാറ്റിന് നമ്മുടെ 1500ഓളം വാഴ മെരൽപ്പുഴ സ്കൂളിന്റെ ഫ്രണ്ട് വശം നമ്മൾ പാത്രത്തെ കൃഷി ചെയ്താണ് മൊത്തം നശിച്ചു പോയി. നമുക്കൊരു 400 രൂപയുടെ നഷ്ടം ഉണ്ടായിരുന്നു. നമ്മൾ കടമെടുത്ത് പേഴ്സണൽ ലോണൊക്കെ എടുത്തിട്ട് ചെയ്തതാണ്. ഗോൾഡൊക്കെ പണയം വെച്ച് ഇതിന് ഭയങ്കര നാശം സംഭവിച്ചു പോയി. മൂപ്പറ്റാത്ത വാഴകളാണ് പൂർണ്ണമായും നിലം പറ്റിയത്. ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിരവധി കൃഷികൾ ഇതിനോടകം തന്നെ ശക്തമായ കാറ്റിൽ നിലം പൊത്തി. ജില്ലയിലാകെ 242 ഹെക്ടർ ഭൂമിയിലെ കൃഷി നശിച്ചു. മഴ കൂടുന്നതോടെ കടുത്ത ആശങ്കയിലാണ് കർഷകരുള്ളത്. ജനം, വയനാട്. ഓക്കെ, മറ്റൊരു റിപ്പോർട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന് ഉപകരണങ്ങൾ വാങ്ങാനും ലക്ഷങ്ങൾ ചെലവഴിച്ച സർക്കാർ. സാങ്കേതിക ഉപകരണങ്ങൾക്കായി 3 വർഷത്തിനിടെ ചെലവഴിച്ചത് 23 ലക്ഷത്തോളം രൂപ. സോഷ്യൽ മീഡിയ സംഘത്തിന് ശമ്പളം നൽകാൻ 2.3 കോടി രൂപ ചെലവാക്കിയതിന് പുറമെയാണിത്. നവമാധ്യമ പരസ്യങ്ങൾക്കായി ലക്ഷങ്ങൾ ധൂർത്തടിച്ചതും ജനം TV പുറത്തുവിട്ടിരുന്നു. പ്രശാന്ത് ചേരുന്ന വിവരങ്ങളുമായി. പ്രശാന്ത്, ഈ പുതിയ കണക്ക് എന്താണ്? വീണ, സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ നട്ടം തിരിയുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ മിക്കവരും അഭിപ്രായപ്പെടുന്നത്. സംസ്ഥാന സർക്കാർ പലപ്പോഴും അഭിപ്രായപ്പെടുന്നത് പല കാര്യങ്ങളും പല സമരങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോഴും അടക്കം പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി എന്നതാണ്. അതിൽ ആവർത്തിക്കുന്ന ഒരു മന്ത്രമായി തന്നെ സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി എന്ന് തന്നെയാണ്. എന്നാൽ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ സർക്കാർ നടത്തിയ ധൂർത്തിൻ്റെ വാർത്തകൾ നിരവധി വന്നിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഈ 10ാം വർഷം പൂർത്തിയാക്കാൻ പോകുന്ന ഈ പിണറായി സർക്കാർ 10ാം വർഷം പൂർത്തിയാക്കാൻ പോകുന്ന സാഹചര്യത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് സാമ്പത്തിക ധൂർത്തും അഴിമതിയും കെടുകാര്യസ്ഥതയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് വന്നിരിക്കുന്നത്. ആശമാർക്ക് 100 രൂപ അധികം നൽകാൻ അല്ലെങ്കിൽ ഓണറേറിയം വർദ്ധിപ്പിക്കുവാൻ കഴിയാത്ത പിണറായി സർക്കാരിൻ്റെ സാമ്പത്തിക ദുർവ്യയം, ആ ദുർവ്യയത്തിൻ്റെ കണക്കുകൾ തന്നെയാണ് ഒന്നുകൂടി പുറത്തു വരുന്നത്. അത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്ക് ഉപകരണങ്ങൾ വാങ്ങുന്നതിനും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഹാൻഡിലുകൾ പ്രവർത്തിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ടീമിന് വേണ്ടി
ചെലവഴിച്ചതുമായിട്ടുള്ള കണക്കുകളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പുറത്തു വരുന്നത്. അതായത് PR വർക്ക് എന്ന് നമ്മൾ പറയേണ്ടി വരും. പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സർക്കാരിൻ്റെയൊക്കെ PR വർക്കിന് വേണ്ടി മാത്രമായിട്ട് ചെലവഴിച്ചൊരു കണക്കാണ്. അതും സോഷ്യൽ മീഡിയ വഴി, സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള ചെലവഴിച്ചത്. അതാണ് 23 ലക്ഷം രൂപ. 2022 മെയ് മാസം 16-നാണ് ഈ സോഷ്യൽ മീഡിയ പുതിയ ഒരു സംഘത്തെ സർക്കാർ നിയമിക്കുന്നത്. ആ നിയമിച്ച സംഘത്തിൻ്റെ ഉപകരണങ്ങൾ അടക്കമുള്ളവയും അതോടൊപ്പം തന്നെ സംഘത്തിലുള്ളവർക്ക് ശമ്പളമായി അടക്കം നൽകിയതും ചെലവഴിച്ചതുമാണ് ഈ കണക്ക് എന്ന് പറയുന്നത്. ഓർക്കണം, ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം ധവളപത്രം പുറപ്പെടുവിക്കും, അതോടൊപ്പം തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നതൊക്കെ അടക്കം പറഞ്ഞ് മറ്റ് ജനങ്ങളോട് മുണ്ടുമുറുക്കി കൊടുക്കാൻ പറഞ്ഞതാണ്. ആ മുണ്ടുമുറുക്കി കൊടുക്കാൻ പറഞ്ഞ സർക്കാർ തന്നെയാണ് ഇത്തരത്തിൽ ഈ ലക്ഷങ്ങൾ ചെലവിട്ട് അധിവയം നടത്തുന്നതെന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം 2022 മെയ് 16-നാണ്. ആ 2022-23 സാമ്പത്തിക വർഷം കണക്കുകളാണ്. 15,96,090 ലക്ഷം രൂപയാണ് ഈ അന്ന് 2022-23 കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയ ചെലവിന് വേണ്ടിയിട്ട് അനുവദിച്ചത്. അതോടൊപ്പം തന്നെ 2024-25 3,96,500 രൂപ അനുവദിച്ചു. നിലവിലെ നടപ്പ് സാമ്പത്തിക വർഷം 2,89,377 ലക്ഷം രൂപ ചെലവഴിച്ചിരിക്കുന്നത്. ഇങ്ങനെ 23 ലക്ഷം രൂപ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണത്തിനും സർക്കാരിൻ്റെ പ്രചരണത്തിനടക്കം പുതിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത്. നേരത്തെയും സമാനമായ രീതിയിൽ സർക്കാരിൻ്റെ വെബ്സൈറ്റുകളും സോഷ്യൽ മീഡിയയിലെ ഹാൻഡിലുകളും അടക്കം പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെയും തുകകൾ ചെലവഴിച്ചിരുന്നു. അങ്ങനെ 12 അംഗ സംഘത്തെ വേണ്ടിയിട്ട് നേരത്തെ 23,30,000 രൂപ സംതിങ് തുക അങ്ങനെയും ചെലവഴിച്ചിരുന്നു. ഇങ്ങനെ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഇടയിൽ ഇങ്ങനെ ദുർവ്യയം കൂടുതൽ സർക്കാരായിട്ട് പിണറായി സർക്കാർ മാറുന്നു എന്ന് വേണം പറയേണ്ടിയിരിക്കുന്നത്. ഇപ്പോഴും ഈ ചെലവ് ചുരുക്കൽ നയങ്ങളെല്ലാം പറയുമ്പോൾ അത് സർക്കാരിന് ബാധ്യതയല്ല. സർക്കാർ ഇത്തരത്തിലുള്ള അധിക ചെലവുകൾ നടത്തും. അതോടൊപ്പം തന്നെ PSC ചെയർമാൻ അടക്കം ശമ്പളം കൂട്ടി നൽകും. ഇങ്ങനെ അധിക ചെലവുകൾ നടത്തിക്കൊണ്ട് പോകും. എന്നാൽ ജനങ്ങൾ മുണ്ടുമുറുക്കി കൊടുക്കണമെന്ന് പറയുകയും ചെയ്യും. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം അനാവശ്യ ചെലവുകൾ നടത്തുകയും ചെയ്തു. അങ്ങനെയുള്ളൊരു വലിയ കണക്ക് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സോഷ്യൽ മീഡിയ പ്രചരണത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ച കണക്കുകളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പുറത്തു വരുന്നത്. 23 ലക്ഷം രൂപയാണ് സർക്കാരിൻ്റെ സോഷ്യൽ മീഡിയ പ്രചരണത്തിന് വേണ്ടി സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത്. 2022-ലാണ് ഇതിനൊരു പുതിയ സംഘത്തെ നിയോഗിക്കുന്നത്. ആ പുതിയ സംഘത്തിന് വേണ്ടിയിട്ടാണ് നേരത്തെയും ഇതുമായി സമാനമായ 2023 മുമ്പും സമാനമായ രീതിയിൽ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചരണത്തിന് വേറെയും തുക ചെലവഴിക്കുന്നു. അതും നമ്മൾ വാർത്തയാക്കിയിരുന്നു. അതിനുശേഷം ഈ 2022 മുതലുള്ള ഒരു കണക്കുകളാണ് ഇത്രയും ലക്ഷം രൂപ വിവിധ ഘട്ടങ്ങളിലായിട്ട് ഓരോ സാമ്പത്തിക വർഷവും ഇങ്ങനെ 15 ലക്ഷം രൂപ വെച്ചും അതോടൊപ്പം തന്നെ ഇങ്ങനെ ഈ ഒരു തുകകൾ അനുവദിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാന സർക്കാർ നടത്തുന്നത്. കാരണം ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയും ധനം വ്യയത്തിനടക്കം നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സമയം ഈ പല സമയങ്ങളിലടക്കം കേന്ദ്രം പണം നൽകുന്നതിനടക്കം പറഞ്ഞുകൊണ്ടുള്ള കുറ്റം ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ളൊരു പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഇത്തരത്തിൽ വീണ്ടും ഓരോ വാർത്തകളായിട്ട് പുറത്തു വരുന്നത്. സർക്കാരിൻ്റെ സാമ്പത്തിക ദുർവ്യയം ആയി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നത്. ഇപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ വേണ്ടി മാത്രമായിട്ട് ചെലവഴിക്കുന്നത്. 2022-ലും 23-ലും 24-ലും സാമ്പത്തിക വർഷങ്ങളിൽ ചെലവഴിച്ച കണക്കുകളാണ് 23 ലക്ഷം രൂപ എന്ന് പറഞ്ഞു. ഒന്നുകൂടി നമുക്ക് ആ കണക്കുകൾ പരിശോധിക്കാം. 15,96,900 രൂപ 15,96,900 രൂപയാണ് 2022-23 സാമ്പത്തിക വർഷം സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചരണത്തിനും അതോടൊപ്പം തന്നെ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ആ സാമൂഹ്യ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ആ സംഘത്തിന് ശമ്പളം നൽകുന്നതിനടക്കം ഒരു വർഷം ചെലവഴിച്ചത്. 2022-23 സാമ്പത്തിക വർഷം ചെലവഴിച്ചത്. പിന്നീട് 2024-25 വരികയാണെങ്കിൽ അത് 3,96,500 രൂപ അങ്ങനെയും ചെലവഴിച്ചു. അതിനുശേഷം ഈ നടപ്പ് സാമ്പത്തിക വർഷത്തെയാണ് കണക്കുകളാണ് 2,89,377 എന്ന് പറയുന്നത്. വലിയ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയിലേക്ക് തന്നെയാണ് അവസാന നിമിഷവും ഈ സർക്കാർ പോകുന്നത്. സർക്കാരിൻ്റെ സമീപനം ഉണ്ടാകുന്നത്. സർക്കാരിന് ഇക്കാര്യങ്ങളിലൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികളോ ഒന്നുമില്ല. അതിൽ യഥേഷ്ടം സ്വീകരിക്കാം അല്ലെങ്കിൽ യഥേഷ്ടം ചെലവഴിക്കാവുന്നൊരു സാഹചര്യമുള്ളത്. അതായത് സർക്കാരിനോടൊപ്പം നിൽക്കുന്നവർ, സർക്കാരിനോട് അനുചരവൃത്തങ്ങളായിട്ട് നിൽക്കുന്നവർക്കെല്ലാം ശമ്പളം നൽകുന്നതിനായാലും ശരി, ശമ്പളം കൂട്ടി നൽകുന്നതിനായാലും ശരി, സർക്കാരിൻ്റെ ഈ 4-ാം വാർഷിക ദൂരത്തിന് കഴിഞ്ഞത് മാത്രമേ ഉള്ളൂ. കോടികളാണ് 4-ാം വാർഷികം, അതായത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4-ാം വാർഷികം പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യത്തിൽ കോടികളാണ് ചെലവഴിച്ചത്. അതിന് പിന്നാലെയാണ് വീണ്ടും ഇത്തരത്തിൽ ഒരു കണക്കുകൾ കൂടി പുറത്തു വരുന്നത്. സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചരണത്തിന് വേണ്ടി മാത്രമായിട്ട് 23 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ, പിണറായി സർക്കാർ അധികം ചെലവഴിച്ചിരിക്കുന്നത്. ഓക്കെ, ശരി പ്രശാന്ത്. കൊച്ചി ഇടപ്പള്ളിയിൽ നിന്ന് കാണാതായ 13-കാരനെ കണ്ടെത്തി. തൊടുപുഴയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. 8-ാം ക്ലാസ്സിലെ സേഫ് പരീക്ഷയ്ക്ക് പോയ മുഹമ്മദ് ഷിഹാനെയാണ് കണ്ടെത്തിയത്. എളമക്കര പോലീസ് തൊടുപുഴയിലേക്ക് തിരിച്ചു. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേർന്നു. നിഷ,
തൊടുപുഴയിലേക്ക് ഈ കുട്ടി എങ്ങനെ പോയി, അവിടെ എങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞു അവനെ എന്ന് തുടങ്ങിയുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. വീണ, തൊടുപുഴയിൽ ഒരു പ്രദേശവാസിയാണ് ഈ കുട്ടിയെ തിരിച്ചറിഞ്ഞത്. മാധ്യമങ്ങളിലൂടെ വന്ന കുട്ടിയുടെ ഫോട്ടോ കണ്ട് പ്രദേശവാസി തിരിച്ചറിയുകയായിരുന്നു. തൊടുപുഴയിൽ ഒരു കുളം കാണാനാണ് താൻ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നാണ് കുട്ടി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എളമക്കര പോലീസ് തൊടുപുഴയിലേക്ക് പോയിട്ടുണ്ട്. കയ്യിൽ 60 രൂപ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സ്കൂളിൽ പരീക്ഷ എഴുതാനെത്തി. തുടർന്ന് ഇന്നലെ രാവിലെ 9:30യോടെയാണ് കുട്ടി പരീക്ഷ എഴുതാനായി എത്തിയത്. പിന്നീട് കുട്ടി ഇടപ്പള്ളി ഭാഗത്ത് കൂടി നടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിരുന്നു. അന്വേഷണത്തിൽ പോലീസിന് ഈ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. അങ്ങനെ കുട്ടിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കുന്നതിനിടെയാണ് കുട്ടിയെ തൊടുപുഴയിൽ കണ്ടെത്തിയതായുള്ള വിവരം ലഭിച്ചത്. അവിടെ പ്രദേശവാസിയായ ഒരാളാണ് ഈ കുട്ടി അവിടെ കറങ്ങി നടക്കുന്നത് കണ്ട് കുട്ടിയുടെ ഫോട്ടോ മാധ്യമങ്ങളിൽ വന്നത് കണ്ട് തിരിച്ചറിഞ്ഞതും വീട്ടിലേക്ക് വിളിച്ചിരുത്തിയതും പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചതും. വീണ. ഓക്കെ, ശരി നിഷ. ഇതെല്ലാം ആശ്വാസമുള്ള വാർത്തയാണ്. ഇന്നലെ 13-കാരനെ കാണാതാവുകയായിരുന്നു. ചീടപ്പള്ളിയിൽ നിന്ന് പരീക്ഷ എഴുതാൻ പോയതായിരുന്നു കുട്ടി. ഇപ്പോൾ തൊടുപുഴയിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു വാർത്ത, പാലക്കാട് അട്ടപ്പാടിയിൽ വനവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച കേസിൽ പ്രതികൾ കസ്റ്റഡിയിൽ. കോയമ്പത്തൂരിൽ നിന്നാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. ആലപ്പുഴ സ്വദേശി റജിൻ, അഗളി സ്വദേശി വിഷ്ണു എന്നിവരാണ് പോലീസിന്റെ പിടിയിലുള്ളത്. അരുൺ ആലത്തൂർ ചേർന്ന വിവരങ്ങളുമായി. അരുൺ, ഇവരെങ്ങനെ പിടികൂടാൻ കഴിഞ്ഞു? ഇവർ രണ്ടുപേർ ആണോ ഈ കേസിൽ പ്രധാനമായുള്ളത്? ഇവരുടെ പങ്ക് എന്താണ്? ഈ രണ്ടുപേർ തന്നെയാണ് ഈ കേസിൽ പ്രധാന പ്രതികൾ എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരും ഈ അട്ടപ്പാടി ഭാഗത്ത് സഹകരണ സംഘങ്ങളിൽ നിന്നും മറ്റുമൊക്കെ പാല് ശേഖരിക്കുന്ന വാഹനം, പിക്കപ്പ് വാഹനമുണ്ട്. ആ വാഹനത്തിലെ ഡ്രൈവറും ക്ലീനറുമാണ്. ഇവരുടെ പേരുകൾ എന്നുള്ളത് ഷോളിയൂർ സ്വദേശിയായ റജിൻ മാത്യു, ആലപ്പുഴ സ്വദേശി വിഷ്ണുദാസ് എന്നിവരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയതായിരുന്നു. തുടർന്നാണ് ഈ തമിഴ്നാടിന്റെയും അതുപോലെ തന്നെ അട്ടപ്പാടിയുടെയും അതിർത്തി പ്രദേശത്ത് വെച്ചിട്ടാണ് ഇവർ ഒളിവിൽ കഴിയുന്നതിനെതിരെ പിടികൂടിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതായാലും കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഈ പരാതിക്ക് ആസ്പദമായ സംഭവം ഉണ്ടാവുന്നത്. അട്ടപ്പാടിയിലെ ചിറ്റൂർ സ്വദേശിയായ ഷിജുവിനെയാണ് ഇത്തരത്തിൽ ഇവരുടെ ഈ പിക്കപ്പ് വാഹനത്തിന് മുന്നിൽ ഷിജു വീണ സമയത്ത് കാൽവഴുതി വീണതാണെന്നാണ് ഷിജു പറയുന്നത്. അങ്ങനെ കാൽവഴുതി വീണ സമയത്ത് ഈ വാഹനത്തിലുണ്ടായിരുന്ന ഇവർ രണ്ടുപേർ ചേർന്ന് മർദ്ദിക്കുകയും നഗ്നനാക്കിയ ശേഷം മർദ്ദിക്കുകയും കയർ കൊണ്ട് കെട്ടിയിടുകയും ഒക്കെ ചെയ്തു. മഴയത്ത് ഏറെ നേരം കെട്ടിയിട്ട് പിന്നെ ഈ ഷിജുവിന്റെ തന്നെ നാട്ടുകാരായ ചിലർ കണ്ടതിന് ശേഷമാണ് മോചിപ്പിച്ചത് എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. അതേസമയം ഈ ഷിജു എന്ന യുവാവ് വളരെ മദ്യാസക്തിയിലായിരുന്നു. ഈ വാഹനത്തിന് മുന്നിൽ ബോധപൂർവം ചാടുകയും തുടർന്ന് വാഹനത്തിന് നേരെ കല്ലെറിയുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് ഈ പിടിയിലായ പ്രതികൾ പറയുന്നത്. ഏതായാലും നമുക്കറിയാം, ഈ അട്ടപ്പാടിയിൽ മധു എന്ന വനവാസി യുവാവിന് നേരെ ഉണ്ടായ ആക്രമണം, ആ ആക്രമണത്തെ ഏറെക്കുറെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള അല്ലെങ്കിൽ അതേ കാര്യങ്ങളാണ് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം മധുവിനെയും സമാന രീതിയിൽ കയറുകൊണ്ട് കെട്ടിയിട്ടതിന് ശേഷമാണ് മർദ്ദിച്ചത്. അന്നും ഈ മർദ്ദിച്ച ആളുകൾ തന്നെ ഇതിന്റെ വീഡിയോ മൊബൈലിൽ ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് ഈ വനവാസി യുവാവായ ഷിജു എന്ന 19-കാരനെയും മർദ്ദിക്കുകയും നഗ്നനാക്കി മർദ്ദിക്കുകയും കയറുകൊണ്ട് കെട്ടിയിടുകയും ഒക്കെ ചെയ്തിട്ടുള്ള വീഡിയോകൾ ഈ പ്രതികൾ തന്നെയാണ് മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും സംഭവത്തിൽ പോലീസ് രണ്ടു വശവും അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ യുവാവിന് എതിരെ 19-കാരനെതിരെ പ്രതികൾ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിലും അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ DSP പറയുന്നത്. ഏതായാലും സംഭവത്തിൽ ഈ പരാതിക്കാരായ ഈ മർദ്ദനമേറ്റ 19-കാരന്റെ കുടുംബം പറയുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടക്കത്തിലൊക്കെ വലിയ വീഴ്ച ഉണ്ടായി. പോലീസ് ഈ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ചില്ല, പരാതി ലഭിച്ചിട്ടും അതിന് വേണ്ട ഗൗരവത്തിലെടുത്തില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ 19-കാരന്റെ കുടുംബം പറയുന്നത്. മാത്രമല്ല ഈ പരാതിക്കാർ പറയുന്നത് പോലെ മദ്യാസക്തിയിൽ ഈ 19-കാരൻ വാഹനത്തിന് മുന്നിൽ വീഴുകയോ മറ്റോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനപ്പുറം ഈ ബോധപൂർവം ഇവർ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത്. ഓക്കെ, ശരി അരുൺ. നമ്മൾ ഈ മഴക്കെടുതികളെ കുറിച്ചൊക്കെ തുടക്കത്തിൽ സംസാരിച്ചല്ലോ. പ്രത്യേകിച്ച് കോഴിക്കോടും വയനാടും ഇന്ന് റെഡ് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന സാഹചര്യത്തിലാണ് അവിടുത്തെ വിലങ്ങാട് ദുരിതബാധിതരുടെ വിഷയത്തിലേക്ക് നമ്മൾ പോയത്. അവർ വീണ്ടും പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്.
ഉരുൾപൊട്ടൽ ദുരിതബാധിതർ ഇന്ന് വിലങ്ങാട് വില്ലേജ് ഉപരോധിക്കും. കളക്ടർ സ്ഥലം സന്ദർശിക്കണം, വാടക തന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണം എന്നാണ് ദുരിതബാധിതരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസവും ദുരന്തബാധിതർ പ്രതിഷേധം നടത്തിയിരുന്നു. ഗോകുൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗോകുൽ, ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ഓടിയെത്തുന്നു, കൈത്താങ്ങാകുന്നു, കൈപിടിക്കുന്നു, ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ ഓരോ മഴക്കാലം വരുമ്പോഴും, ഓരോ പ്രളയം വരുമ്പോഴും, ഓരോ ഉരുൾപൊട്ടൽ സംഭവിക്കുമ്പോഴും ഒക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള മനസ്സ് പോലും കാണിക്കുന്നില്ല പലപ്പോഴും. വിലങ്ങാട് നിവാസികളുടെ പ്രതിഷേധവും അതുകൊണ്ടാണ്. അവർ കഴിഞ്ഞ ദിവസവും പ്രതിഷേധിച്ചിരുന്നു. ഇന്നിപ്പോൾ കുറച്ചുകൂടി കടുത്ത പ്രതിഷേധത്തിലേക്ക് അവർ കടക്കുകയാണ്. വീണ, അത് തന്നെയാണ് വിലങ്ങാട് നിവാസികൾക്ക് നൽകുന്ന ഉറപ്പ് പാലിക്കാൻ ഭരണകൂടങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് തുടർച്ചയായ മൂന്നാം ദിവസവും ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മൂന്നാമത്തെ ദിവസവും അവർക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം മിനിയാന്ന് അവർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചിരുന്നു. വില്ലേജ് ഉദ്യോഗസ്ഥരെയും തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകളെ അവിടെ തടഞ്ഞു വെച്ചിരുന്നു. അവരുടെ ആവശ്യം വീണ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവർക്ക് നിശ്ചിതമായ വാടക നൽകണം, അതോടൊപ്പം തന്നെ മാറി താമസിക്കാൻ ആവശ്യമായ പുനരധിവാസ പട്ടികയിലേക്ക് ഇവരുടെ പേരുകൾ ഉൾപ്പെടുത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം നടത്തിയത്. ജൂൺ 30 ആകുമ്പോഴേക്ക് വിലങ്ങാട് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് ഒരു വർഷം തികയാണ്. ഒരു വർഷം തികയുമ്പോഴേക്കും അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും മെച്ചപ്പെടുത്താൻ ഭരണകൂടങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന പരാതി ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. അതായത് 150ഓളം ആളുകൾക്ക് 151 പേരാണ് ആ വിലങ്ങാട് ഉരുൾപൊട്ടലിൽ പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും വാടകയ്ക്ക് പോവേണ്ടിയും ഒക്കെ ചെയ്തിട്ടുള്ളത്. വീടുകൾക്കും കൃഷിഭൂമിക്കൊക്കെ നാശനഷ്ടം സംഭവിച്ച 151 കുടുംബങ്ങളുണ്ട് എന്നാണ് വിലങ്ങാട് നിവാസികൾ പറയുന്നത്. എന്നാൽ സർക്കാരിന്റെ കണക്ക് പ്രകാരം അത് കേവലം 30 പേർ മാത്രമാണ്. 120ഓളം ആളുകൾ പുറത്തു നിൽക്കുകയാണ്. ഈ 151ഓളം ആളുകളെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന പ്രധാനപ്പെട്ട ആവശ്യമാണ് ഈ ആളുകൾ പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് സർക്കാർ പറഞ്ഞിട്ടുള്ള മുന്നോട്ട് വെച്ചുള്ള പ്രധാന ഒരു കാര്യം എല്ലാ ജനങ്ങൾക്കും, മാറി താമസിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും നിശ്ചിത വാടക എല്ലാ മാസവും നൽകുമെന്നാണ്. എന്നാൽ ആ വാടക വിതരണം പൂർണ്ണമായ തോതിൽ നടപ്പിലാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഈ രീതിയിൽ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാത്തൊരു സാഹചര്യമാണ് വിലങ്ങാട് ഉള്ളത്. അതിന്റെ പേരിലായിരുന്നു കഴിഞ്ഞ ദിവസം അവർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ച സമയത്ത് ജില്ലാ കളക്ടർ ഇവിടെ എത്തി മധ്യസ്ഥ ചർച്ച നടത്തണമെന്നും ഈ കാര്യങ്ങളിലൊക്കെ ഒരു ഉറപ്പ് നൽകണമെന്നുമുള്ള ആവശ്യമായിരുന്നു ജനങ്ങളൊക്കെ പങ്കുവെച്ചത്. രാഷ്ട്രീയ കക്ഷികളുടെ ഒന്നും പിന്തുണയില്ലാതെ ജനങ്ങൾ ഒന്നിച്ചൊന്നായി സംഘടിച്ചെത്തി സമരം നടത്തുകയായിരുന്നു. പിന്നീട് വടകര തഹസിൽദാരൊക്കെ എത്തി ജനങ്ങളുമായി ചർച്ച നടത്തുകയും ഇന്നലെ ജില്ലാ കളക്ടർ അവിടെ എത്തുമെന്നും ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമെന്നും പറഞ്ഞിരുന്നെങ്കിലും അത് നടന്നിരുന്നില്ല. പിന്നീടാണ് നിർബന്ധിതമായി ഇന്ന് സമരം ചെയ്യാൻ വേണ്ടി അവർ നിർബന്ധിതമായിരിക്കുന്നത്. 10 മണിയോടുകൂടി സമരം ആരംഭിക്കുമെന്നാണ് അവിടെയുള്ള ജനങ്ങൾ നമ്മളെ അറിയിച്ചുള്ളത്. ജില്ലാ കളക്ടർ എത്താതെ ഇന്ന് എന്തായാലും സമരം അവസാനിപ്പിക്കാൻ സാധ്യതയില്ല. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടുകൂടി ആരംഭിച്ച ഉപരോധം ഉച്ചയ്ക്ക് 1:30 കൂടിയിട്ടായിരുന്നു അവസാനിച്ചത്. അത് ഈ പറഞ്ഞതുപോലെ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ച നടത്തുകയും ജില്ലാ കളക്ടർ അവിടെ എത്തുമെന്നൊരു ഉറപ്പ് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. BJPയുടെ റൂറൽ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രഫുൽ കൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിയിരുന്നു. സുരേഷ് ഗോപി മുഖാന്തരം ജില്ലാ കളക്ടറെ സംസാരിപ്പിച്ചിരുന്നു. പക്ഷേ ജില്ലാ കളക്ടർ എത്തുമെന്ന് പറഞ്ഞിട്ടും എത്തിയിരുന്നില്ല. പിന്നീടാണ് വീണ്ടും സമരം ചെയ്യാൻ വേണ്ടി ഇന്നലെ രാത്രി അവർ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തെ പോലെ സമരം എന്തായാലും അവസാനിക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാവുന്നത്. കാരണം ജില്ലാ കളക്ടർ വാക്കുപാലിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല, ജില്ലാ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. ഈ നാശനഷ്ടം ഉണ്ടായതിനു ശേഷം, ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനങ്ങളും പാലിക്കാൻ അവിടെ സാധിച്ചിട്ടില്ല. റോഡുകളൊക്കെ തകർന്നു കിടക്കുകയാണ്. 2 ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. ഒരു തരത്തിലുള്ള പ്രവൃത്തിയും അവിടെ നടത്താൻ വേണ്ടി റവന്യൂ വകുപ്പിനോ അല്ലെങ്കിൽ PWD വകുപ്പിനോ ഒന്നും സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ കടുത്ത അമർഷത്തിനാണ് ജനങ്ങളുള്ളത്. നമുക്കറിയാം, ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് 100-ലധികം ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രങ്ങൾ ഈ വിലങ്ങാടിന്റെ മഞ്ഞച്ചീളി ഭാഗത്തും മറ്റും ഉണ്ടായിരുന്നു, പാനോ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു എന്ന കണക്കുകൾ പുറത്തു വന്നിരുന്നു. ഡ്രോണുകൾ നടത്തിയ നിരീക്ഷണത്തിൽ 100-ലധികം പ്രഭവ കേന്ദ്രങ്ങളാണ്, ചെറുതും വലുതുമായ 100ഓളം ഉരുൾപൊട്ടലുകൾ വിലങ്ങാട് കഴിഞ്ഞ വർഷം സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വീണ്ടും അതൊരു ജനവാസ മേഖലയല്ല എന്ന വിലയിരുത്തലും റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ടായിട്ടും അവിടെയുള്ള ജനങ്ങളുടെ ജീവിതത്തിന്റെ കാര്യത്തിൽ ക്രിയാത്മകമായ ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടി ഭരണകൂടം തയ്യാറാവുന്നില്ല. അതിൽ പ്രതിഷേധമായിട്ടാണ് ജനങ്ങൾ വീണ്ടും ഒരു മഴക്കാലം വരുമ്പോൾ സംഘടിച്ച് പ്രതിഷേധത്തിന് ഒരുങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനകം 10 മണിയോടുകൂടി തന്നെ സമരം ആരംഭിക്കും. കളക്ടർ എത്താതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഓക്കെ. പൂക്കോട് കേരള വെറ്റിനറി സർവകലാശാലയിലെ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന JS സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ പ്രതികളുടെ തുടർ പഠനത്തിൽ ഹൈക്കോടതി ഇന്ന് തീരുമാനമെടുക്കും. 18 വിദ്യാർത്ഥികൾക്ക് പഠനാനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് നടപടി ചോദ്യം ചെയ്ത് സിദ്ധാർത്ഥന്റെ അമ്മ MR ഷീബയാണ് ഹർജി നൽകിയത്. പ്രതികൾക്ക് പ്രവേശനം നൽകിയ സിംഗിൾ ബെഞ്ച് വിധിക്ക് നിലവിൽ ഡിവിഷൻ ബെഞ്ചിന്റെ സ്റ്റേ ഉണ്ട്. നിഷ ദിലീപ് ചേരുന്ന വിവരങ്ങളുമായി. നിഷ, ഈ പിന്നീട് വാദഗതികൾ എന്തൊക്കെയാണ് ഉയർന്നത്? ഈ ആദ്യം ഇതിന് അനുമതി നൽകുന്നു, പിന്നീട് സ്റ്റേ അനുവദിക്കുമ്പോഴുമൊക്കെ
എന്താണ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നടന്നപ്പോഴൊക്കെ ഉയർന്നു വന്ന വാദപ്രതിവാദങ്ങൾ എന്തൊക്കെയാണ്? വീണ, JR സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ 18 വിദ്യാർത്ഥികൾ മണ്ണുത്തി ക്യാമ്പസിൽ പ്രവേശനത്തിന് അനുമതി നിഷേധിച്ച സർവകലാശാല ഉത്തരവിനെതിരെയാണ് ഇവർ ആദ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത്. തുടർന്ന് സിംഗിൾ ബെഞ്ച് ഈ 18 വിദ്യാർത്ഥികൾക്കും മണ്ണുത്തി ക്യാമ്പസിൽ പ്രവേശനം നൽകാൻ നിർദ്ദേശിച്ചു. വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന സർവകലാശാലയുടെ ആവശ്യം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചില്ല. ഇതിന് പിന്നാലെയാണ് സിദ്ധാർത്ഥന്റെ അമ്മ MR ഷീബ ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചതും ഈ 18 വിദ്യാർത്ഥികളുടെ പ്രവേശന നടപടി സിംഗിൾ ബെഞ്ച് തടഞ്ഞതു. പ്രവേശന നടപടികൾ താൽക്കാലികമായി തടഞ്ഞതോടെ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് മണ്ണുത്തി ക്യാമ്പസിൽ പ്രവേശിക്കുന്നതിന് വിലക്കുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ആണ് സിദ്ധാർത്ഥന്റെ അമ്മ MR ഷീബ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ നൽകിയിരിക്കുന്നത്. ഇന്ന് ഈ അപ്പീലിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. എന്തായാലും സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ 18 വിദ്യാർത്ഥികൾക്ക് മണ്ണുത്തി ക്യാമ്പസിൽ തുടരാനാകുമോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് എന്തായാലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒരു തീർപ്പുണ്ടാക്കും. ശരി. കേരള സർവകലാശാലയിലെ CPM അധ്യാപക സംഘടനാ നേതാവ് S നസീബിന്റെ അസോസിയേറ്റ് പ്രൊഫസർ സ്ഥാനക്കയറ്റം റദ്ദാക്കി ഗവർണർ. സ്ഥാനക്കയറ്റം UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്നും കണ്ടെത്തൽ. അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയ്ക്ക് സമാനമായ ശമ്പളത്തോടു കൂടിയ മുൻകാല അധ്യാപന പരിചയം മാത്രമേ സ്ഥാനക്കയറ്റം കണക്കാക്കാൻ പാടുള്ളൂ എന്നാണ് വ്യവസ്ഥ. ശാലിനി ചേരുന്ന വിവരങ്ങളുമായി. ശാലിനി, ഈ വ്യവസ്ഥ ഇങ്ങനെ നിലനിൽക്കുക, അതേക്കുറിച്ച് വിശദമായി ഒന്ന് പറയാമോ? ഒപ്പം തന്നെ എങ്ങനെയാണ് ഈ അധ്യാപക സംഘടനാ നേതാവ് നസീബിന്റെ അസോസിയേറ്റ് പ്രൊഫസർ സ്ഥാനക്കയറ്റം ഗവർണർ റദ്ദാക്കുമ്പോൾ ഉയരുന്ന പ്രതികരണം? വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സർവകലാശാലയിലെ CPM അധ്യാപക സംഘടനാ നേതാവും ഒപ്പം തന്നെ സിൻഡിക്കേറ്റ് അംഗവുമായ S നസീബിനാണ് ഈ കരാർ നിയമന കാലാവധി കൂടി കണക്കിലെടുത്തുകൊണ്ട് അസോസിയേറ്റ് പ്രൊഫസറായി നിയമനം നൽകാൻ തീരുമാനിച്ചിരുന്നത്. സിൻഡിക്കേറ്റ് തീരുമാനമെടുത്ത് പിന്നീട് അത് വലിയ വിവാദമാവുകയും ഈ തീരുമാനം ചർച്ച ചെയ്യാനടക്കം കഴിഞ്ഞ 5-ാം തീയതി യോഗം ചേർന്നിരുന്നു. ഈ യോഗം സിൻഡിക്കേറ്റിന്റെ പ്രത്യേക യോഗം വന്ന് ചേരുന്നു. VC അടക്കമുള്ളവർ ആ യോഗത്തിലുണ്ട്. ആ യോഗത്തിൽ ഈ പ്രൊമോഷൻ നൽകാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണം എന്നതൊരു ആവശ്യം പ്രതിപക്ഷ സംഘടനാ നേതാക്കന്മാർ, അധ്യാപക സംഘടനാ നേതാക്കന്മാരും ഒപ്പം തന്നെ VC അടക്കമുള്ളവർ മുന്നോട്ട് വെക്കുകയും ചെയ്തു. പക്ഷേ അതിന്റെ ആവശ്യമില്ല എന്നുള്ളതായിരുന്നു ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭരണപക്ഷ അല്ലെങ്കിൽ CPM അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ തീരുമാനം. പിന്നീട് ഈ ഗവർണർ അടക്കമുള്ളവരുടെ കാരണം കാണിക്കൽ നോട്ടീസ് അടക്കം തള്ളണമെന്നും ഈ സിൻഡിക്കേറ്റിൽ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ എതിർപ്പൊക്കെ അവഗണിച്ചുകൊണ്ട് വിശദമായ നടപടികളിലേക്കും തുടർ ചർച്ചകളിലേക്കും ഒക്കെ തന്നെ VC കടക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ തന്നെ ഗവർണറുടെ വിശദീകരണ നോട്ടീസ് തള്ളുകയും സിൻഡിക്കേറ്റ് ചെയ്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒപ്പം തന്നെ ഈ കരാർ നിയമന കാലയളവ് പ്രൊമോഷനുള്ള അധ്യാപക പരിചയത്തിന് അംഗീകരിച്ചാൽ അത് നിരവധി അധ്യാപകരുടെ പ്രൊമോഷനുകൾ മുൻകാല പ്രാബല്യത്തോടെ പുനഃപരിശോധിക്കേണ്ടി വരുമെന്നുള്ളതായിരുന്നു VC ഡോക്ടർ മോഹൻ കുന്നുമേൽ ചൂണ്ടിക്കാട്ടിയത്. ഒപ്പം തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയ്ക്ക് സമാനമായ ശമ്പളത്തോടു കൂടിയ മുൻകാല അധ്യാപന പരിചയം മാത്രമേ പ്രൊമോഷൻ കണക്കാക്കാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥ നിലനിൽക്കെയാണ് ഇടത് അനുകൂല അധ്യാപക സംഘടനാ നേതാവിന് വേണ്ടി ഇത്തരത്തിലൊരു വഴിവിട്ട നീക്കം സർവകലാശാല നടത്തിയിട്ടുള്ളത്. പിന്നീട് ഈ നടപടികളടക്കം ചോദ്യം ചെയ്തുകൊണ്ടും ഗവർണർ അയച്ച വിശദീകരണ നോട്ടീസ് നിയമ നടപടികൾ ചൂണ്ടിക്കാട്ടിയുമൊക്കെ ഹൈക്കോടതിയെ നസീബ് സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഗവർണർ തീരുമാനമെടുക്കാൻ കോടതി ഉത്തരവാകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗവർണർ കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ S നസീബിന്റെ അസോസിയേറ്റ് പ്രൊഫസർ പ്രൊമോഷൻ അടക്കം റദ്ദാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഗവർണർ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ സംസ്കൃത സർവകലാശാലയിൽ നസീബിന് താൽക്കാലിക നിയമനം നൽകിയിരുന്നു. ആ താൽക്കാലിക നിയമനം ആ കരാർ നിയമനം മാത്രം പരിചയമാക്കി കാണിച്ചുകൊണ്ട് അസോസിയേറ്റ് പ്രൊഫസറായി അല്ലെങ്കിൽ ആ ഒരു ചുമതലയിലേക്ക് കയറാനുള്ളൊരു പടിയായി കണക്കാക്കിയാണ് ഇത്തരത്തിലൊരു വഴിവിട്ട നീക്കം സർവകലാശാലയിൽ നടന്നത്. അതിനാണ് സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തടയിട്ടിരിക്കുന്നത്. നിയമനവും പ്രൊമോഷനും അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ റദ്ദു ചെയ്തിരിക്കുകയാണ്. വീണ. ശരി ശാലിനി. സമസ്തയിൽ വീണ്ടും പൊട്ടിത്തെറി. ലീഗ് അനുകൂല പക്ഷക്കാരും ലീഗ് വിരുദ്ധ പക്ഷക്കാരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത പ്രത്യക്ഷമായ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ്. ജമയത്തുൽ മുല്ലമീൻ പ്രസിഡന്റ് സ്ഥാനത്ത് ലീഗ് അനുകൂല നേതാവായിരുന്ന ബഹാവുദ്ദീൻ നദ്വിയെ മാറ്റി ആ സ്ഥാനത്തേക്ക് ലീഗ് വിരുദ്ധ നേതാവ് വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസിയെ പരിഗണിച്ചതാണ് പ്രശ്നങ്ങൾ രൂക്ഷമാകാൻ കാരണം. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്ന വിവരങ്ങളുമായി. ഗോകുൽ, വലിയ തോതിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ കലുഷിതമായി നിൽക്കുന്ന സമയത്താണ് ഈ തരത്തിലുള്ള ചില മാറ്റങ്ങൾ കൂടി വരുന്നത്. എങ്ങനെയാണ് പ്രത്യക്ഷമായി ഒരു പൊട്ടിത്തെറി പുറത്തേക്ക് വരുന്നത്? ഈ പുറമേ തന്നെ പ്രത്യക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇതിന്മേൽ നേതാക്കൾ നടത്തുന്നുണ്ടോ?
സമസ്തയ്ക്കകത്ത് ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള ഭിന്നതകൾ തുടരുകയാണ്. അതിനാൽ തന്നെ സമസ്തയുടെ വിവിധ പോഷക സംഘടനകൾ പിടിച്ചടക്കാനുള്ള ശ്രമങ്ങൾ ഇരു സംഘടനയുടെ ഭാഗത്തു നിന്നും ഇരു അനുകൂലികളുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ഇപ്പോൾ സമസ്തയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ യുവജന വിഭാഗവും വിദ്യാർത്ഥി സംഘടനയും ഒക്കെ സമസ്തയുടെ ഔദ്യോഗിക ഭാഗത്തിന്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന SMF എന്നാൽ ലീഗ് അനുകൂലികൾ പിടിച്ചടക്കിയിട്ടുമാണുള്ളത്. ആ സമയത്താണ് ഇപ്പോൾ ജമിയത്തുൽ മുഅല്ലിമിന്റെ യോഗം ഇന്നലെ ചേളാരിയിൽ വെച്ച് നടന്നത്. ജമിയത്തുൽ മുഅല്ലിം എന്ന് പറയുന്നത് ഈ സമസ്തയുടെ മദ്രസ അധ്യാപകരുടെ സംഘടനയാണ്. ആ സംഘടനയുടെ യോഗം നടന്ന സമയത്ത് 2 പേരുടെ പേരുകളാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടത്. ഒന്ന് നിലവിലെ പ്രസിഡന്റായിട്ടുള്ള ബഹാവുദ്ദീൻ നദ്വി, മറ്റൊന്ന് വാക്കോട് മൊയ്തീൻ കുട്ടി ഫൈസി. വാക്കോട് മൊയ്തീൻ കുട്ടി ഫൈസി സമസ്തയുടെ മുഷാവറ അംഗം കൂടിയാണ്. വാക്കോട് മൊയ്തീൻ കുട്ടി ഫൈസിയുടെ പേര് നിർദ്ദേശിച്ച സമയത്ത് തന്നെ തക്ബീർ മുഴക്കി എല്ലാവരും അനുകൂലിക്കുകയായിരുന്നു. എന്നാൽ ബഹാവുദ്ദീൻ നദ്വിയുടെ പേര് നിർദ്ദേശിച്ച സമയത്ത് MC മായിൻ ഹാജി, അതായത് ലീഗ് നേതാവായിട്ടുള്ള MC മായിൻ ഹാജി മാത്രമാണ് അദ്ദേഹത്തിന്റെ പേര് പിന്തുണയ്ക്കുക കൂടി ചെയ്തിട്ടുള്ളത്. അങ്ങനെ ജമിയത്തുൽ മുഅല്ലിമിന്റെ ഭാരവാഹിത്വം കൂടി അല്ലെങ്കിൽ ആ സംഘടന കൂടി സമസ്ത പിടിച്ചടക്കുകയാണ്. മുമ്പൊന്നും ഇല്ലാത്ത വിധം ഒരു പൊട്ടിത്തെറിയിലേക്കോ അല്ലെങ്കിൽ പിളർപ്പിലേക്കോ ഒക്കെ പോകുന്ന ഒരു സാഹചര്യമാണ് സമസ്തയ്ക്കുള്ളിൽ ഉള്ളത്. നേരത്തെ തന്നെ അറിയാം, പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ ഘാസി സ്ഥാനത്തിന്റെ അർഹതയെ സംബന്ധിച്ച തർക്കമൊക്കെ വലിയ രീതിയിൽ വലിയ അഭിപ്രായ ഭിന്നതയിലേക്കും പരസ്യമായ തർക്കങ്ങളിലേക്കും ഒക്കെ പോയിരുന്നു. അതിനെ തുടർന്ന് പരസ്യമായ രഹസ്യമായും പല വിഭാഗങ്ങളും രഹസ്യ യോഗങ്ങളും മറ്റും ചേരുകയും സംഘടനകൾ രൂപീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ലീഗ് അനുകൂലികൾ സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന് പറയുന്ന സുന്നി ആദർശ സംരക്ഷണ വേദി എന്ന പേരിലുള്ള സംഘടന രൂപീകരിച്ചു. അതുപോലെ തന്നെ ലീഗ് വിരുദ്ധരായിട്ടുള്ള ആളുകൾ രഹസ്യ യോഗങ്ങളൊക്കെ ചേരുകയും ഒക്കെ ചെയ്തു. ഇത് സമസ്തയ്ക്കകത്ത് പ്രശ്നങ്ങളില്ല എന്ന് ഭാരവാഹികൾ പറയുമ്പോഴും പലതരത്തിലുള്ള ഭിന്നതകൾ പരസ്യമായി പുറത്തേക്ക് വരുന്ന സാഹചര്യമാണ് ഉള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജമിയത്തുൽ മുഅല്ലിമീനിൽ 2 വിഭാഗങ്ങളുടെ നേതാക്കളുടെ പേര് നിർദ്ദേശിക്കുകയും മത്സരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അവിടെ ലീഗിന് അപ്രമാദിത്വം ഒരു സംഘടനാ സംവിധാനം സമസ്തയുടെ ഔദ്യോഗിക പക്ഷത്തിന് അപ്രമാദിത്വമുള്ള രീതിയിലേക്ക് മാറുകയും ഒക്കെ ചെയ്തിരുന്നു. ജമിയത്തുൽ മുഅല്ലിമീന്റെ സംഘടനാ സംവിധാനം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളായിരിക്കും ജനറൽ സെക്രട്ടറിയും ട്രഷററേയും ഒക്കെ തിരഞ്ഞെടുക്കുക. അതിനാൽ തന്നെ ഇനിയിപ്പോൾ ആ സംഘടനയ്ക്കകത്ത് ജമിയത്തുൽ മുഅല്ലിമീനിൽ ഇനിയിപ്പോൾ ജനറൽ സെക്രട്ടറി ട്രഷറർ സ്ഥാനത്തേക്ക് വരുന്ന ആളുകളും സമസ്തയ്ക്ക് സ്വാധീനമുള്ള അല്ലെങ്കിൽ സമസ്തയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്ന ആളുകളായിരിക്കും ആ സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഓരോ സംഘടനയും പിടിച്ചടക്കാനുള്ള ശ്രമം ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരുമായിട്ടുള്ള ആളുകൾ നടത്തുന്നു എന്നൊരു കാഴ്ചയാണ് സമസ്തയ്ക്കുള്ളിൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു പ്രത്യക്ഷമായ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാനുള്ള സാഹചര്യവും നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. വീണ. ഓക്കെ, ശരി ഗോകുൽ. ഏതായാലും ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാനുള്ള സാധ്യത അഥവാ പരസ്യ പോരിലേക്ക് നീങ്ങാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു നിയമനം കൊണ്ടുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ മാറ്റാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ പൊളിച്ചു നീക്കാൻ കസ്റ്റംസ് അനുമതി നൽകി. ആകെ 41 കണ്ടെയ്നറുകളാണ് കൊല്ലത്ത് വിവിധ തീരങ്ങളിലായി അടിഞ്ഞത്. ഇന്നലെ ശക്തികുളങ്ങരയിലെ കണ്ടെയ്നറുകൾ ക്രെയിൻ മാർഗം കരയിലേക്ക് എത്തിച്ചിരുന്നു. ഇന്നും പ്രവർത്തനങ്ങൾ തുടരും. മനോജ് ചേരുന്ന വിവരങ്ങളുമായി. മനോജ്, ഇന്നലെ എത്ര കണ്ടെയ്നറുകൾ മാറ്റാൻ സാധിച്ചു? ഇന്നിപ്പോൾ എങ്ങനെയാണ് ഈ നടപടികൾ തുടങ്ങുന്നത്? വീണ, കണ്ടെയ്നറുകൾ, അതായത് തീരത്തടിഞ്ഞു കിടക്കുന്ന കണ്ടെയ്നറുകൾ ആദ്യം കരയിലേക്ക് മാറ്റിവെക്കുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ തുടരുന്നത്. കഴിഞ്ഞ ദിവസം ഈ കരയിലേക്ക് കയറ്റി വെച്ച കണ്ടെയ്നറാണിത്. ഈ ക്രെയിൻ ഉപയോഗിച്ചാണ് ഈ കയർ കെട്ടി ഈ കണ്ടെയ്നറുകൾ ലിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വലിച്ചു വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പുറത്തെ വശത്തും ഒരു കണ്ടെയ്നർ കയറ്റി വെച്ചിട്ടുണ്ട്. ആകെ അതായത് ഇത് 2 കണ്ടെയ്നറും അതോടൊപ്പം തന്നെ വശത്തായി ഒരു കണ്ടെയ്നറുമുണ്ട്. ഇനിയും കണ്ടെയ്നറുകൾ ഈ തീരത്ത് അടിഞ്ഞു കിടക്കുന്നുണ്ട്. അതൊക്കെ തന്നെ വലിച്ച് കയറ്റി വെക്കേണ്ടി വരും. കസ്റ്റംസിൻ്റെ അനുമതിയോടുകൂടിയാണ് ഈ കണ്ടെയ്നർ ഇവിടെ നിന്ന് പൊളിച്ചുകൊണ്ട് റോഡ് മാർഗം കൊണ്ടുപോവുക. അല്ലാതെ അതായത് ഗ്യാസ് കട്ടർ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഈ കണ്ടെയ്നർ പൊളിച്ചതിന് ശേഷം മാത്രമേ റോഡിലൂടെ കൊണ്ടുപോകാൻ സാധിക്കൂ. വലിയ കണ്ടെയ്നറുകളായതിനാൽ ഈ ചെറിയ റോഡുകളിലൂടെ പോകില്ല. അതുകൊണ്ട് തന്നെ കസ്റ്റംസിൻ്റെ കസ്റ്റഡിയിലായതുകൊണ്ട് കസ്റ്റംസിൻ്റെ അനുമതി വേണമായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ കസ്റ്റംസ് അതിനുവേണ്ട അനുമതി കൊടുത്തു. അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തോടും ഈ കപ്പൽ കമ്പനി നിയോഗിച്ച ടീം അംഗങ്ങൾ ആവശ്യപ്പെടുന്നത് അവർക്ക് സമയം നൽകണമെന്നുള്ളതാണ്. കാരണം ഈ കണ്ടെയ്നറുകൾ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. കടൽ മാർഗം കൊണ്ടുപോകുന്നത് ആദ്യം പരീക്ഷിച്ചു, പക്ഷേ അത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഒരു കണ്ടെയ്നർ ഈ കൊല്ലം പോർട്ടിലേക്ക് എത്തിച്ചു. അതിൽ പോളിയെഥലീൻ പോലുള്ള പദാർത്ഥങ്ങളാണ് ഉണ്ടായിരുന്നത്.
അത്തരത്തിൽ ഒരു കണ്ടെയ്നർ മാത്രമേ പോർട്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കി കണ്ടെയ്നറുകളെല്ലാം തന്നെ ഈ തീരങ്ങളിലായി 41 കണ്ടെയ്നറുകളാണ് അടിഞ്ഞു കിടക്കുന്നത്. അതിൽ 1ഉം 2ഉമൊക്കെ വെച്ച് അങ്ങനെ വലിച്ച് ഈ വശത്തേക്ക് മാറ്റുകയാണ്. ഇവിടെ വെച്ചിട്ടാണ് ബാക്കിയുള്ള നടപടിക്രമങ്ങൾ നടക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം 41 കണ്ടെയ്നറുകൾ എത്ര ദിവസം എടുത്താകും ഇവിടെ നിന്നും കൊണ്ടുപോകാൻ സാധിക്കുക എന്നത്. അതിനുവേണ്ട ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഇവിടെ ഈ കമ്പനി നിയോഗിച്ചിട്ടുള്ള ടീം അംഗങ്ങളൊക്കെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ആ നടപടിക്രമങ്ങളൊക്കെ തന്നെ എല്ലാ സംവിധാനങ്ങളോടും കൂടി മാത്രമേ നടക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഇനിയും കുറേയധികം ഉപകരണങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പോൾ പ്രാഥമികമായി ക്രെയിൻ കൊണ്ടുവന്ന് ഈ കണ്ടെയ്നറുകളെല്ലാം നീക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ക്രെയിൻ വീണ്ടും ഈ കണ്ടെയ്നറുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കും. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിലും ഈ പ്രവർത്തനം തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം ഈ തീരത്താണ് ഈ പ്രവർത്തനം തുടരുന്നത്. ഇനി മറ്റ് തീരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അവിടേക്ക് ക്രെയിൻ കൊണ്ടുപോയി ഈ കണ്ടെയ്നറുകൾ എടുക്കേണ്ടതുണ്ട്. ഇവിടെ നിന്നും ഒഴുകിയെത്തിയ കണ്ടെയ്നറുകൾ വർക്കല ഭാഗത്തും തിരുവനന്തപുരം ഭാഗത്തോട്ടൊക്കെ പോയിട്ടുണ്ട്, അഞ്ചുതങ്ക് ഭാഗത്തോട്ടൊക്കെ പോയിട്ടുണ്ടെന്നാണ് വിവരം. എന്തായാലും കണ്ടെയ്നറുകൾ ഇതൊക്കെ കാലി കണ്ടെയ്നറുകളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കണ്ടെയ്നറുകളുടെ അവശിഷ്ടങ്ങളുണ്ട്. അവശിഷ്ടങ്ങൾ മാറ്റുവാനും ഈ കമ്പനി ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അവശിഷ്ടങ്ങൾ മാറ്റും. അതോടൊപ്പം തന്നെ ഈ കണ്ടെയ്നറുകളിൽ നിന്നും ഒഴുകിയെത്തിയ വസ്തുക്കൾ പല സ്ഥലങ്ങളിലായി കിടക്കുന്നുണ്ട്, അതൊക്കെ മാറ്റണം. എന്തായാലും ഈ ഒരു പ്രവർത്തനം അങ്ങനെ തുടരുമ്പോൾ പോലീസും എല്ലാ മേഖലയിലും ഇത്തരത്തിൽ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്, ഇതിനടുത്തേക്ക് പോകരുതെന്ന്. അതോടൊപ്പം തന്നെ ഇനിയും ഈ കണ്ടെയ്നറുകൾ അടിയാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പോലീസിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും വേണം എന്നുള്ളത് തന്നെയാണ് ഈ ജില്ലാ ഭരണകൂടവും ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ശക്തികുളങ്ങരയിലാണ് പ്രധാനമായും ഇപ്പോൾ ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനം നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ആ കണ്ടെയ്നറുകൾക്ക് മുകളിൽ കയറിയ ശേഷം അത് കയറിട്ട ശേഷം ഇനി ഇത് ക്രെയിനുമായി കണക്ട് ചെയ്ത് പിന്നീട് അവിടെ നിന്നും ലിഫ്റ്റ് ചെയ്ത് മാറ്റും. എന്തായാലും ആ ഒരു പ്രവർത്തനം ഇപ്പോൾ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. പോലീസും അതിനുവേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നു. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ ടീം അംഗങ്ങളും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്, NDRF ടീം അംഗങ്ങൾ എത്തുന്നുണ്ട്. അവരുടെയൊക്കെ തന്നെ സഹായത്തോടെയാകും ഈ കണ്ടെയ്നറുകൾ ഇങ്ങോട്ടേക്ക് കയറ്റി വെക്കുക. കയറ്റി വച്ചതിന് ശേഷം ഈ പൊളിച്ചു നീക്കുവാൻ ഒരു സമയമെടുക്കും. ആ പൊളിച്ചു നീക്കിയതിന് ശേഷം മാത്രമേ റോഡ് മാർഗം ആദ്യം കൊല്ലം പോർട്ടിലേക്കായിരിക്കും സ്വാഭാവികമായും എത്തിക്കുക. അവിടെ നിന്നുമായിരിക്കും മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ടീം അംഗങ്ങളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം NDRFിൻ്റെ ടീം അംഗങ്ങളും ഇവിടെ സജീവമായി ഉണ്ടായിരുന്നു. വീണ. ശരി മനോജ്. ഇന്ന് വീർ സവർക്കറുടെ 142ാമത് ജന്മദിനം. സ്വാതന്ത്ര്യ സമരത്തിൽ മുന്നണി പോരാളിയായിരുന്ന വീർ സവർക്കറിന്റെ ത്യാഗോജ്വല ജീവിതത്തെ സ്മരിക്കുകയാണ് ഭാരതീയർ. ഭാരതത്തിന്റെ ലക്ഷ്യം പൂർണ്ണമായ രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണെന്ന് ആദ്യമായി സധൈര്യം പ്രഖ്യാപിച്ച രാഷ്ട്രീയ നേതാവാണ് സവർക്കർ. നാസിക്കിനടുത്ത് ഭാഗൂരിൽ 1883 മെയ് 28-ന് ദാമോദർ സവർക്കറുടെയും രാധാഭായിയുടെയും പുത്രനായിട്ടാണ് വിനായക് ദാമോദർ സവർക്കറുടെ ജനനം. ഹിന്ദു സമൂഹത്തിന്റെ സാമൂഹിക ഐക്യത്തിനു വേണ്ടിയായിരുന്നു സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം. പുത്തൻമുനയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ചെറിയ ഇടവേള ഉണ്ടാകും. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ലൈവ് റിപ്പോർട്ട്സിലേക്ക് പോവാം. നമസ്തേ.